ഈ പഞ്ചായത്ത് നമ്മൾ തിരിച്ചു പിടിച്ചതാണ്. അതിനു മുൻപ് ഇവിടെ ഈ പുസ്തകം വിൽക്കുന്ന സഹോദരൻ നമ്മുടെ പാർട്ടി പ്രവർത്തകനാണ്. നിങ്ങൾക്ക് വായിക്കാനൊരു പുസ്തകവും അദ്ദേഹത്തിൻ്റെ ഉപജീവനം കൂടിയാണ്. കൊയിലാണ്ടിയും തിക്കോടിയും ഒക്കെ നല്ല വായനാശീലമുള്ള ആളുകളുടെ നാട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് കഴിയാവുന്നത്ര അദ്ദേഹത്തോട് സഹകരിക്കണമെന്ന് ആദ്യമേ പറയുകയാണ്. യഥാർത്ഥത്തിൽ ഈ സമ്മേളനത്തിൻ്റെ മുഖ്യ ആകർഷണ കേന്ദ്രം നിങ്ങളാണ്. ഫൈസലിനെ എനിക്ക് നേരത്തെ അറിയാം, പക്ഷെ ഇന്നാണ് ഫൈസലിൻ്റെ ഇനീഷ്യൽ എൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നത്. ഓക്കെ ഫൈസൽ എന്ന് പറയുമ്പോൾ അത് പറയാനും കേൾക്കാനും ഒക്കെ സുഖമുള്ളൊരു പേരാണ്. മൂപ്പരുടെ നേതൃത്വത്തിലാണ് ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ ഈ പഞ്ചായത്ത് നിങ്ങൾ ഓക്കെ ആക്കിയത്. ഇത്രയും പേർ 10-13 പേർ എൻ്റെ മുന്നിൽ ഇങ്ങനെ അഭിമാനത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് നിരന്നിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ 500 സീറ്റായിരുന്നു എൻ്റെ പിന്നിലിരിക്കുന്ന ടി ഇസ്മായിലിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി ലക്ഷ്യം വച്ചത്. 3 സീറ്റിൻ്റെ ചെറിയൊരു കുറവ്, 497 അവർ നേടിയെടുത്തു. അതിലെ 13 പേരാണ് എൻ്റെ മുൻപിലിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്, ഇവിടെ ഒരാൾ ഇത് ഓക്കെ ആക്കിയെങ്കിൽ അതിനു വേണ്ടി ഡബിൾ ഓക്കെ ആക്കാൻ പണിയെടുത്ത മനുഷ്യരുണ്ട്. നിങ്ങൾ ഈ സമ്മേളനത്തിലെ താരങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് പിറകിൽ യഥാർത്ഥ സൂപ്പർ താരങ്ങൾ ഇരിപ്പുണ്ട്. ഒന്നും പ്രതീക്ഷിക്കാതെ ഈ പ്രസ്ഥാനത്തിൻ്റെ പതാക മറ്റേത് പതാകയേക്കാളും ഉയരപ്പാറണം എന്ന നിശ്ചയദാർഢ്യത്തോടെ രാപകലില്ലാതെ കഠിനാധ്വാനം ചെയ്ത തിക്കോടിയിലെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെ തിളങ്ങുന്ന ഈ വിജയത്തിൻ്റെ സന്ദർഭത്തിൽ ആദരവോടെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. അഭിവന്ദനായ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഉടനീളം ഇത്തരത്തിലുള്ള വലിയ വിജയമാണ് മുസ്ലിം ലീഗിനും UDF-നും ഉണ്ടായത്. ഒരുപക്ഷെ അപ്രതീക്ഷിതം എന്ന് തന്നെ പറയേണ്ടി വരും. സത്യസന്ധമായി പറഞ്ഞാൽ ആ വോട്ടെണ്ണുന്ന ദിവസം ഒരു 11 മണി വരെ നമ്മൾ ആരും ഇങ്ങനെയൊരു ഫലം പ്രതീക്ഷിച്ചവരല്ല. കാരണം കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ആ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന് ഒരു മേൽക്കൈ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ അപൂർവം ചില സന്ദർഭങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ എല്ലാ കാലത്തും LDF-ന്റെ തെരഞ്ഞെടുപ്പുകളായിരുന്നു. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു വലിയ വിജയം, അമ്പരപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു വിജയം കേരളത്തിൽ UDF-ന് ഉണ്ടായി എന്നതാണ്. പക്ഷെ അപ്പോഴും ഈ വിജയം നമ്മെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിരുന്നു എന്ന് നമ്മൾ പറയുന്നത് കേരളത്തിൽ കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരു തയ്യാറെടുപ്പ് പുരോഗമിക്കുന്നതിന് മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ മുന്നണിക്ക് നേരിടേണ്ടി വന്ന വലിയ ഒരു പരാജയമുണ്ട്. ആ പരാജയത്തിൽ നിന്ന് തിരിച്ചു വരാൻ കേരളത്തിൽ LDF ആരംഭിക്കുന്ന രാഷ്ട്രീയമായ ഒരു പരിശ്രമമുണ്ട്. 2-3 ഘടകങ്ങൾ അതിൽ ഉണ്ടായിരുന്നു. ഒന്നാമത്തേത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ കേരളത്തിലെ ഇടതുപക്ഷം പിന്തുടർന്നു പോന്നിരുന്ന ഇവിടുത്തെ പ്രബലമായ മതന്യൂനപക്ഷം അഥവാ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് ലഭിക്കാൻ ബോധപൂർവം അവർ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്ന ഒരു ക്യാമ്പയിൻ. ലോകത്ത്, രാജ്യത്ത് ഫലസ്തീൻ പോലെ, യൂണിഫോം സിവിൽ കോഡ് പോലെ, വഖഫ് നിയമം പോലെ രാജ്യത്തെയും ലോകത്തെയും പൊതുവായി ബാധിക്കുന്ന ഏത് പ്രശ്നം ഉയർന്നു വന്നാലും അതിനൊരു മുസ്ലിം നിറം കൊടുത്ത് കോഴിക്കോട്ടങ്ങാടിയിൽ ഒരു സെമിനാർ സംഘടിപ്പിച്ച് രാജ്യത്തെ മുസ്ലിം സമുദായത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, അവരുടെ ഏക സംരക്ഷകർ ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു ക്യാമ്പയിൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ബോധപൂർവം കേരളത്തിൽ LDF നടപ്പാക്കിയിരുന്നു എന്നതാണ്.
എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴോ ആ ന്യൂനപക്ഷ പ്രീണനത്തിന്റെ, മുസ്ലിം സമുദായത്തിന്റെ സംരക്ഷക വേഷം കെട്ടുന്ന രാഷ്ട്രീയം മാറ്റിവെച്ച രാജ്യത്ത് RSSനെ പോലും നാണിപ്പിക്കുന്ന രൂപത്തിൽ അവര് ഭൂരിപക്ഷ വർഗീയതയുടെ രാഷ്ട്രീയ കാർഡ് പയറ്റുന്നത് നമ്മൾ കാണുകയാണ്. രണ്ടാമത്തേതോ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഭരണത്തിനെതിരായ വലിയ വികാരം കേരളത്തിലെ ജനങ്ങൾ LDFനെതിരെ വോട്ട് ചെയ്യുന്നതിന് കാരണമായി എന്ന് മനസ്സിലാക്കുമ്പോഴോ പുതിയ കുറെ നാടകങ്ങൾ അവർ തുടങ്ങി വെക്കുകയാണ്. ഒന്നാമത്തേത്, കേരളത്തെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ തൊട്ടുമുന്നിലൂടെ കടന്നു പോകുന്ന ഈ നാഷണൽ ഹൈവേ, നാഷണൽ ഹൈവേ ഓഫ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിർമ്മിക്കുന്ന ഒരു റോഡാണ്. ഈ റോഡ് അടക്കം കേരളത്തിന്റെ വികസനത്തിന് LDF വലിയ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു കൂട്ടി എന്ന മട്ടിൽ വലിയ PR പെരുമ്പറ അവര് മുടക്കുന്നത് നമ്മൾ കാണുകയാണ്. നാടൊട്ടുക്കും തദ്ദേശ സ്വയംഭരണത്തിന് മുൻപ് ഉദ്ഘാടനങ്ങൾ സംഘടിപ്പിക്കും. എൻ്റെ നാട്ടിൽ എറണാകുളത്ത് കൊച്ചി കോർപ്പറേഷൻ ഉണ്ട്. ആ കൊച്ചി കോർപ്പറേഷന്റെ ഒരു പ്രദേശത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി 11 നിലയുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയം ഉദ്ഘാടനം ചെയ്തു. ഇവർ നടത്തിയ ഉദ്ഘാടന സമ്മേളനങ്ങൾ, ഇവർ നടത്തിയ PR വർക്കുകൾ, നവകേരളം ഞങ്ങളിതാ നിർമ്മിച്ച് സമർപ്പിച്ചിരിക്കുന്നു എന്ന പ്രചരണം നടത്തിക്കൊണ്ട് കേരളത്തിലെ LDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നേരിട്ടുമ്പോ അതിന്റെ കാപട്യം നിങ്ങൾക്ക് ബോധ്യമാകാൻ ഒരൊറ്റ ഉദാഹരണം. ഞങ്ങളുടെ കൊച്ചി കോർപ്പറേഷനിൽ 11 നിലയുള്ള ഒരു ഫ്ലാറ്റ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത് നാടിനെ സമർപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് മുതൽ 394 കുടുംബങ്ങൾ അമ്പരചുംബിയായ 5 സ്റ്റാർ സൗകര്യമുള്ള ഈ ഫ്ലാറ്റിൽ അന്തി ഉറങ്ങും എന്ന് പ്രചരിപ്പിച്ചു. ഉദ്ഘാടനം നടന്നു, അതിന്റെ വാർത്ത വന്നു, അതിന്റെ വീഡിയോ വന്നു. ആ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ലഭിക്കാവുന്ന PR-ന്റെ എല്ലാ ആനുകൂല്യങ്ങളും കേരളത്തിലെ LDF ഗവൺമെന്റും അതിന്റെ മുഖ്യമന്ത്രിയും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുൻപ് നേടിയെടുത്തു. അപ്പം മിനിഞ്ഞാന്ന് വന്ന ഒരു വാർത്ത, ആ 394 പേർ താമസിക്കേണ്ട ഫ്ലാറ്റ് ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ കുടുംബത്തെ പോലും ഇവർ അങ്ങോട്ട് മാറി താമസിപ്പിച്ചിട്ടില്ല. എൻ്റെ ജില്ലയിൽ എൻ്റെ വീട്ടിൽ നിന്ന് വിളിപ്പാടകലെ എനിക്ക് നേരിട്ട് ബോധ്യമുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കേരളത്തിലെ LDF ഗവൺമെന്റ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവരുടെ രണ്ടാമത്തെ മൂലധനം എന്ന് പറയുന്നത് അവർ നടത്തിയ വികസനത്തെ കുറിച്ചുള്ള അവസാനിക്കാത്ത വ്യാജമായ ഈ വായ്ത്താരിയായിരുന്നു. പച്ചക്കള്ളങ്ങൾ അവർ പ്രചരിപ്പിച്ചു. മൂന്നാമത്തേത് നരേഷനുകൾ സൃഷ്ടിക്കുക എന്നതാണ്, ആഖ്യാനങ്ങൾ. അതിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയന്ത്രിക്കുന്ന PR ഡിപ്പാർട്ട്മെന്റിന് സംസ്ഥാന ഖജനാവിൽ നിന്ന് 20 കോടി രൂപ അനുവദിച്ച് ഈ കേരളത്തെ ഞങ്ങളിതാ സ്വർഗഭൂമിയാക്കി മാറ്റിയിരിക്കുന്നു എന്ന വലിയ ഒരു പ്രചരണം അവർ നടത്തി. ഒന്നാമത്തേത് വിദ്വേഷം, രണ്ടാമത്തേത് വികസനത്തെക്കുറിച്ചുള്ള പച്ചക്കള്ളം. ഇതൊക്കെ സമാസമം ചേർത്ത് പ്രചരിപ്പിച്ച് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഗോവയിലേക്ക് LDF ഇറങ്ങിയപ്പോഴോ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ, ഇവിടുത്തെ രാഷ്ട്രീയ വിദഗ്ധന്മാർ അവരൊക്കെ ചേർന്ന് മൂന്നാമത്തെ ഒരു മുദ്രാവാക്യം കൂടി നൽകി. എന്താണ്? പിണറായി 3 എന്നതാണ്. പിണറായി വിജയന്റെ 3ാം സർക്കാർ വരാൻ പോകുന്നു. അതിന്റെ ആരവമാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേൾക്കുന്നത്. UDF നിലം തൊടാൻ പോകുന്നില്ല എന്ന് ബോധപൂർവം അവർ പറഞ്ഞു പ്രചരിപ്പിച്ചു. എത്രയെത്ര ഇവന്റുകളാണ്. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു. മോഹൻലാലിന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുമ്പോ തിരുവനന്തപുരത്ത് 2 കോടി രൂപ ചെലവഴിച്ച സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയാണ്. മോഹൻലാലിന് അവാർഡ് കിട്ടുമ്പോൾ തിരുവനന്തപുരത്തെ സർക്കാരിന്റെ പരിപാടി ചെലവ് 2 കോടി രൂപ. പരിപാടിയുടെ പേരോ എന്താണ്? ലാൽ സലാം എന്നാണ്. മോഹൻലാൽ എന്നല്ല, ലാൽ സലാം എന്ന പേരോടെ പരിപാടി. ആഗോള അയ്യപ്പ സംഗമം, അതിദാരിദ്ര്യ വിമുക്ത കേരളം. ഈ കെട്ടകാലത്ത് ഈ കേരളത്തിലെ പാവപ്പെട്ടവന്റെ നികുതിപ്പണം കൊള്ളയടിച്ച് കോടികളുടെ PR വർക്ക് നടത്തി എല്ലാം വിജയം ഉറപ്പിച്ച് പിണറായി 3 എന്ന മുദ്രാവാക്യത്തോടെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഗോവയിലേക്ക് LDF ഇറങ്ങിയപ്പോഴോ അവിടെയും നിർത്തിയില്ല, വാർഡ് ഡീലിമിറ്റേഷൻ കൂടി നടത്തി കളഞ്ഞു. ഇപ്പൊ കോഴിക്കോട് കോർപ്പറേഷൻ അധികം ദൂരെയല്ലല്ലോ. കേരളത്തിൽ ആ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾ ഉയരുന്നതിന് മുൻപ് വാർഡ് ഡീലിമിറ്റേഷന്റെ പേരിൽ
കേരളത്തിലെ CPM നടത്തുന്ന വോട്ട് ചോരിയെ കുറിച്ച് ഈ കേരളത്തോട് വിളിച്ചു പറഞ്ഞ രണ്ട് നേതാക്കൾ, പ്രിയപ്പെട്ട റസാഖ് മാസ്റ്ററും പ്രിയപ്പെട്ട TT ഇസ്മായിലും ഈ വേദിയിലുണ്ട്. ഒരൊറ്റ ഉദാഹരണം, ഇവർ വാർഡ് മുറിച്ചതിന്റെ കഥ. കോഴിക്കോട് ചാലപ്പുറം BJP വിജയിച്ച ഒരു വാർഡാണ്. ചാലപ്പുറത്ത് ആകെയുള്ളത് 4000 വോട്ടുകൾ. തൊട്ടപ്പുറത്ത് മുഖദാറുണ്ട്. മുഖദാറിൽ മത്സരിച്ച് വിജയിച്ചത് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി, എന്റെ സഹപ്രവർത്തകൻ TTM ജിഷാൻ. തൊട്ടടുത്ത കുറ്റിച്ചിറയിൽ മത്സരിച്ച് വിജയിച്ചത് ഫാത്തിമ തഹ്ലിയ. മുഖദാറിൽ 14000 വോട്ട്, കുറ്റിച്ചിറയിൽ 12000 വോട്ട്. ചാലപ്പുറത്തോ 10000 അല്ല, 9000 അല്ല, 8000 അല്ല, 7000 അല്ല, 6000 അല്ല, 4000 വോട്ട്. ചാലപ്പുറത്തെ BJP സ്ഥാനാർത്ഥി 934 വോട്ട് വാങ്ങി കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് വിജയിച്ചു പോയി. എന്നാൽ തൊട്ടപ്പുറത്ത് മത്സരിക്കുന്ന ഫാത്തിമ തഹ്ലിയക്കും ജിഷാനും ജയിക്കണമെങ്കിലോ 7000 വോട്ട് പിടിക്കണം. ഒരേ കോർപ്പറേഷനിൽ അടുത്തടുത്ത 2 വാർഡുകൾ തമ്മിലുള്ള വോട്ടിന്റെ എണ്ണത്തിന്റെ വ്യത്യാസം 1000 2000 ഒന്നുമല്ല, 10000 വോട്ട്. അലുവ മുറിച്ച് കയ്യിൽ കിടക്കുന്നത് പോലെ, ഒരറവ് മൃഗത്തിന്റെ ഏറ്റവും കണ്ണായ ഇറച്ചി ഒരറവുകാരൻ അറുത്ത് കയ്യിൽ വെച്ച് കൊടുക്കുന്നത് പോലെ കേരളത്തിൽ ഉടനീളം BJPക്ക് വിജയിക്കാൻ സൗകര്യത്തിൽ അവർ വോട്ട് മുറിച്ചു കൊടുത്തപ്പോഴോ, വാർഡ് മുറിച്ചു കൊടുത്തപ്പോഴോ കേരളത്തിലെ BJPയുടെ വോട്ട് മുഴുവൻ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ CPMന്. വിദ്വേഷ രാഷ്ട്രീയം, വികസനത്തിന്റെ വായ്ത്താരി, സംഘപരിവാറിന്റെ ഒക്കച്ചങ്ങായിയുടെ വേഷം, ഇത് മൂന്നും കെട്ടി കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് LDF ഇറങ്ങിയ ഒരു തെരഞ്ഞെടുപ്പ്. എന്നിട്ടോ 7 ജില്ലാ പഞ്ചായത്തുകൾ, 4 കോർപ്പറേഷനുകൾ, 90 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 88 മുനിസിപ്പാലിറ്റികൾ, ഈ കേരളത്തിലെ 528ഓളം വരുന്ന ഗ്രാമപഞ്ചായത്തുകൾ. കേരളം പിണറായി 3ക്ക് വേണ്ടിയിട്ടല്ല, പിന്നെയോ ഒരു പതിറ്റാണ്ട് നിന്ന പിണറായിയുടെ ദുർഭരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ കേരളം തയ്യാറെടുത്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ആവേശകരമായ തെരഞ്ഞെടുപ്പ് ഫലം. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുന്ന അന്ന് നമ്മൾ കണ്ടു കേട്ടു എന്നതാണ്. അതിന്റെ ബാക്കി പത്രമാണ്, അതിന്റെ ആവേശകരമായ പ്രതീകം കണക്കെയാണ്. കടുത്തിൽ പച്ച പതാകയുടെ ഈ ഹരിതഹാരമണിഞ്ഞ് നമ്മുടെ മുൻപിൽ തിക്കോടി പഞ്ചായത്തിലെ 13 ജനപ്രതിനിധികൾ ഇരിക്കുന്നത് എന്ന ബോധ്യമാണ് നമുക്ക് ഈ അവസരത്തിൽ ഉണ്ടാകേണ്ടത്. പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ UDFന്റെ പ്രവർത്തകരോട് ഞാൻ പറയുക, ഈ വിജയാരവങ്ങൾ, ഈ ആഹ്ലാദം, ഇത് ഈ രാത്രിയോടെ അവസാനിക്കണം എന്നാണ്. നമ്മൾ ഇത് അവസാനിപ്പിക്കാൻ നേരമായിരിക്കുന്നു. ഈ വിജയം ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാ അഭിമാനത്തെയും അത് ആഘോഷിക്കാനുള്ള അവകാശം ഞാൻ നേരത്തെ എണ്ണി പറഞ്ഞ പ്രതിസന്ധികളെ നേരിട്ട് ഈ വിജയം കൊയ്തെടുത്ത എൻ്റെ പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകർക്കുണ്ട്. പക്ഷേ ഇതിവിടെ ഈ നിമിഷം അവസാനിക്കണം. കാരണം വലിയ ഒരു പോരാട്ടം നമ്മ കാത്തിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുക. കേരളം പിറന്നിട്ട് പ്രിയപ്പെട്ടവരെ ഏതാണ്ട് 7 പതിറ്റാണ്ട് പൂർത്തിയാവാണ്. 2026 വരുമ്പോ ഈ കേരളത്തിന് 70 വയസ്സ് പൂർത്തിയാവും. 957 കേരളം അതിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. അവിടുന്ന് ഇങ്ങോട്ട് 15ൽ കുറയാത്ത തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ വിജയിച്ചിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ അവർ വിജയിച്ചിട്ടുണ്ട്. ഈ കേരളത്തിൽ LDFും UDFും CPMും കോൺഗ്രസും നയിക്കുന്ന മുന്നണികൾ മാറി മാറി അധികാരത്തിൽ ഇരുന്നിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും. ആ തെരഞ്ഞെടുപ്പുകളുടെ പ്രചരണത്തിന്റെ ഭാഗമായി നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ തെരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. നാളിതുവരെ നമ്മൾ ആരും കണ്ടിട്ടില്ലാത്തത്ര, അനുഭവിച്ചിട്ടില്ലാത്തത്ര, കണ്ണു ചിമ്മാത്ത ജാഗ്രതയോടെ നേരിടേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ സംഭവിക്കാനിരിക്കുന്നത് എന്നതാണ്. കാരണം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ടവരെ ഈ കേരളത്തിൽ ആകെ 2 മുന്നണികളേ ഉള്ളൂ. നേരത്തെ അത് അങ്ങനെയായിരുന്നു. LDF, UDF, സമീപകാലത്ത് BJP നേതൃത്വം കൊടുക്കുന്ന NDA കൂടി വരികയാണ്. അങ്ങനെ 3 മുന്നണികൾ ഉണ്ടാവും, കുറേയേറെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവും. നിങ്ങളാ കാണുന്ന കാഴ്ച കേരളത്തിന്റെ രാഷ്ട്രീയ സംവാദങ്ങളുടെ ഓളപ്പരപ്പിൽ മാത്രമാണ്, അതിന്റെ പ്രതലത്തിൽ മാത്രമാണ്.
നിങ്ങൾ ഇന്നത്തെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ അടിത്തറ പരിശോധിക്കുമ്പോ കേരളത്തിൽ ഇപ്പോൾ ആകെയുള്ളത് വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ സംഘപരിവാറിന്റെ പക്ഷം ചേർത്ത് നിൽക്കുന്ന ഒരു വിദ്വേഷ മുന്നണി. മറുഭാഗത്ത് നമ്മളൊക്കെ അണിനിരക്കുന്ന കോൺഗ്രസും മുസ്ലിം ലീഗും നയിക്കുന്ന കേരളത്തിന്റെ മതനിരപേക്ഷതയുടെ ജനാധിപത്യത്തിന്റെ ഒരു മുന്നണി. ഒരു ഭാഗത്ത് വെറുപ്പ്, ഒരു ഭാഗത്ത് വിദ്വേഷം, ഒരു ഭാഗത്ത് മതത്തിന്റെ പേരിൽ മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന നെറികെട്ട രാഷ്ട്രീയം. മറുഭാഗത്തോ ഈ നാട് പൊരുതേണ്ടത്, ഈ നാട് രാഷ്ട്രീയം സംസാരിക്കേണ്ടത് മതത്തിന്റെ വിദ്വേഷത്തിന്റെ പേരിലല്ല, പിന്നെയോ മനുഷ്യരുടെ വിശപ്പിന്റെ രാഷ്ട്രീയമാണ് എന്ന് പറയുന്ന നമ്മളും അവരും കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ടവരെ ആകെ ആ രണ്ട് പക്ഷങ്ങളേ ഉള്ളൂ എന്ന ബോധ്യത്തിലൂടെ വേണം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തെ നമ്മൾ പരിശോധിക്കാൻ എന്നതാണ്. ഞാനിത് പറയുന്നത് ഒരു അതിശയോക്തിയുടെ ഭാഗമായിട്ടല്ല. ഇപ്പൊ ഇവിടെ റഷീദൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞല്ലോ, ഒരു നേതാവിന്റെ പേര് പറഞ്ഞു, അദ്ദേഹം നയിക്കുന്ന ഒരു സംഘടനയുണ്ട്. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ വേദിയിൽ നിന്ന് വിശേഷിച്ച് എന്റെ മുൻപിലിരിക്കുന്ന ഈ സദസ്സിൽ ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ മാത്രമല്ല, ഇവിടുത്തെ UDF-ന്റെ, കോൺഗ്രസിന്റെ, ഞങ്ങളുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ജനപ്രതിനിധികളോട് കാണുമ്പോൾ മുസ്ലിം ലീഗിന്റെ ഈ സമ്മേളനത്തിൽ മുസ്ലിംകളല്ലാത്ത സഹോദര സമുദായത്തിൽപ്പെട്ട നിരവധി പേർ പങ്കെടുക്കുമ്പോൾ ആ സംഘടനയുടെ പേര്, ആ മനുഷ്യന്റെ പേര്, ഇതൊക്കെ പറയുന്നത് മനസ്സിന് വിഷമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം അത് ഗുരുദേവൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ്. ഗുരുദേവന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന അനുകമ്പയും സദാ എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥനാ ഗാനം. ഒരു പീഡ ഉറുമ്പിന് പോലും വരരുതേ എന്നാഗ്രഹിച്ച ഒരു ദർശനം, ആ ദർശനത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ അമരത്ത് 3 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന ഒരാൾ, അദ്ദേഹമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ LDF-ന്റെ ക്യാമ്പയിൻ നയിച്ചത് എന്നതാണ്. അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താണ്? ഇപ്പോ അത് മുഴുവൻ തിരിച്ചടിയായി എന്ന് വിലയിരുത്തപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ അതിരുവിട്ട നാക്കുകൊണ്ട് ഒരു പ്രത്യേക സമുദായത്തെ ശത്രുസ്ഥാനത്ത് നിർത്തി അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ, അത് കേട്ട് മതിഭ്രമം ബാധിച്ച് മുസ്ലിം വിരോധം തലക്ക് പിടിച്ച് LDF-നും BJP-ക്കും വോട്ട് കൊടുക്കുന്നവരല്ല കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികൾ. പിന്നെയോ അവർക്ക് ഗുരുദേവൻ സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ അമരത്ത് നിന്ന് ഈ വെറുപ്പ് പ്രസംഗിക്കുന്ന ആൾ, അദ്ദേഹത്തിന്റെ വാക്കുകൾ അരോചകമാണ്, അതിനോട് വെറുപ്പാണ് എന്ന് തെളിയിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷവും അദ്ദേഹത്തെ തള്ളാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, ഈ കേരളം മറവിയിലേക്ക് തള്ളാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇവർ ഓർത്തെടുക്കാൻ ശ്രമിക്കണം. ഇന്നലെ ഇപ്പോ കാന്തപുരം AP അബൂബക്കർ ഉസ്താദിന്റെ ജാഥ, ആ ജാഥ സമാപിച്ചു. ആ ജാഥയുടെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആദ്യം ഒരു പ്രാസംഗികൻ ഉണ്ടാകേണ്ട ഔചിത്യബോധം. ഇപ്പോ ഞാനിവിടെ നിൽക്കുകയാണല്ലോ, ഇവിടെ പലതും പറഞ്ഞു. ഷിബു മീരാന്റെ പ്രസംഗം ആവേശത്തോടെ കാത്തിരിക്കുകയാണ്, നമ്മളൊക്കെ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ അത് കേട്ടിരിക്കുന്ന ഞാൻ മനസ്സിലാക്കണം, എന്ത്, ഇതൊക്കെ ഒരു മൊഞ്ചാക്കാൻ പറയാണ്. ഇതിന്റെ അർത്ഥം ഞാനിവിടെ ഈ മൈക്കിന്റെ മുമ്പിൽ നിന്ന് രാത്രി 10 മണി വരെ പ്രസംഗിക്കാന്നല്ല. പാണക്കാട്ടെ തങ്ങളുടെ തലവട്ടം ആ ഗേറ്റിന്റെ അവിടെ കണ്ടാൽ നടമാലും പറഞ്ഞ് ബ്രേക്ക് ഇട്ടതുപോലെ എൻ്റെ പ്രസംഗം ഇവിടെ നിൽക്കണം, വേണ്ടേ? പിന്നെ നിങ്ങൾക്ക് ആരെയാ കാണണ്ടേ? പിന്നെ നിങ്ങൾക്ക് ആരെയാ കേൾക്കണ്ടേ? ആ വന്ന തങ്ങളെയാണ്. പിന്നെ ആ നിമിഷം മുതൽ ഷിബു മീരാൻ എന്ന ഞാൻ ഇവിടെ അധികപ്പറ്റാണ് എന്ന ബോധ്യത്തിന്റെ പേരാണ് ഒരു പ്രാസംഗികന്റെ ഔചിത്യബോധം. അതിനർത്ഥം തങ്ങൾ അവിടെ വരുമ്പോഴേക്കും ഞാൻ നിർത്തുന്നല്ല, തങ്ങൾ ഇവിടെ വന്ന് റാഹത്തായിട്ട് ഇരുന്നാലേ നിർത്തൂ, അവിടെ വരുമ്പോഴേ നിർത്തുന്നു വിചാരിക്കണ്ട. ഈ ഔചിത്യബോധം ഇന്നലെ മൂപ്പര് കാണിച്ചതേ ഇല്ല. 1 മണിക്കൂറാണ് എഴുതി തയ്യാറാക്കിയ പ്രസംഗം വായിക്കുകയാണ്. ആ പ്രസംഗത്തിന്റെ ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് 1-ാം മാറാട് കലാപം ഓർമ്മയുണ്ടോ? 2-ാം മാറാട് കലാപം ഓർമ്മയുണ്ടോ? കോഴിക്കോട്ട് ജില്ലയിലെ ഏറ്റവും മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ് പ്രിയപ്പെട്ട PKK ബാബാ സാഹിബ് നിമിഷങ്ങൾക്ക് മുൻപാണ് ഈ വേദിയിൽ നിന്നിറങ്ങിയത്. ഇവിടെ ഇരിക്കുന്ന കോഴിക്കോട്ടെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന്റെ മനസ്സിൽ ഓർമ്മകളിൽ ഇപ്പോഴുണ്ട് മാറാട്ട് വേദനിപ്പിക്കുന്ന ആ ഓർമ്മകൾ. അതിലേക്ക് എണ്ണയൊഴിക്കാനല്ല, അത് ആളിക്കത്തിക്കാനല്ല, ആ കലാപത്തിൽ മരിച്ചവരുടെ കണക്ക്
സമുദായം തിരിച്ചു കേരളത്തിൽ ഉടനീളം പറഞ്ഞ് വോട്ട് തട്ടാനല്ല. അന്നും ഇന്നും മുസ്ലിം ലീഗ് ശ്രമിച്ചത്. പിന്നെയോ എവിടെയെങ്കിലും മതത്തിന്റെ പേരിൽ, സമുദായത്തിന്റെ പേരിൽ മനുഷ്യർ തമ്മിലടിക്കുന്ന ഘട്ടം വന്നാൽ അവിടെ ഓടിയെത്തണമെന്ന്, ആ കനലൊരു വലിയ അഗ്നിനാളമായി പടരാതെ കെടുത്തണമെന്ന്, അതിനുവേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്ന് ഈ കേരളത്തിലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ പഠിപ്പിച്ചത് അഭിവന്യനായ ബാഫക്കി തങ്ങളാണ്. തങ്ങൾക്ക് ശേഷം ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത പാണക്കാട്ട് തങ്ങന്മാരെല്ലാവരും ഈ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചവരാണ്. ഇന്നലെ മനുഷ്യർക്കൊപ്പം എന്ന പേരിൽ കേരളം ആദരിക്കുന്ന ഒരു പണ്ഡിതൻ നടത്തിയ ജാഥയുടെ സമാപന സമ്മേളനത്തില് മൂപ്പര് പറയാണ്, നിങ്ങൾക്ക് കലാപം ഓർമ്മയുണ്ടോ? തലശ്ശേരി അവിടെ നിർത്താം. ആ ഉസ്താദിന്റെ നേരെ മുഖം വിരൽ ചൂണ്ടിയിട്ട് ചോദിക്കാണ്, നിങ്ങളെ സംഘടന പിളർന്ന കാലത്ത് നിങ്ങളും കുറെ ഇടങ്ങേറായിട്ടുണ്ടല്ലേ? ഏത് കാലത്തായത് ഓർക്ക്? ഇവിടെ ഒരു ഖുർആൻ വാക്യം ഓതി വച്ചല്ലോ ഈ സമ്മേളനം ആരംഭിച്ചപ്പോ. എന്താണ്? നിങ്ങൾ ഭിന്നിച്ചു പോവരുത്, നിങ്ങൾ ദൈവത്തിന്റെ വിശ്വാസത്തിന്റെ പാശം മുറുകെ പിടിക്കണമെന്ന് വിശുദ്ധ ഖുർആന്റെ ആഹ്വാനം ഏറ്റവും യാഥാർത്ഥ്യമായി പടരേണ്ടുന്ന, പുലരേണ്ടുന്ന ഒരു കാലമാണിത്. ഈ രാജ്യം ഭരിക്കുന്നവർക്ക് മുന്നിൽ പ്രിയപ്പെട്ട മുസ്ലിം സമൂഹമേ, നിങ്ങളുടെ അഭിപ്രായപരമായ ഒരു വ്യത്യാസങ്ങളുമില്ല. നിങ്ങൾ സുന്നിയാണോ മുജാഹിദാണോ എന്താണ്, അവർക്ക് പ്രശ്നമില്ല. രാജ്യം ഭരിക്കുന്ന RSS നിങ്ങളെ കാണുന്നത് ഇരമൃഗങ്ങളായിട്ടാണ്. നിങ്ങൾ അവരുടെ കണ്ണിൽ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ്, ഭീകരവാദികളാണ്. ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലത്ത് പതിറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് നടന്ന ഒരു തർക്കത്തെക്കുറിച്ച് ഈ വിദ്വാൻ ഈ ഉസ്താദിനെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ കുറെ ഇടങ്ങേറായില്ലല്ലെന്ന്. അന്ന് നമ്മളാണ് നിങ്ങളെ കൂടെ. എന്ത് കാര്യമുണ്ട് നിങ്ങളൊന്ന് ഓർക്ക്. 4 വോട്ടല്ലാതെ മറ്റൊന്നും തന്റെ പ്രശ്നമല്ല. ഈ കേരളം മറവിയിലേക്ക് തള്ളാൻ ആഗ്രഹിക്കുന്ന കലാപങ്ങളെ മുഴുവൻ കേരളത്തിന്റെ ഓർമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് വരാനിരിക്കുന്ന നിയമസഭാ കേരളത്തിന്റെ മുഖ്യ തീർത്ഥാടന കേന്ദ്രമാണത്. ആ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് നിന്ന് മോഡി പ്രസംഗിക്കുമ്പോ മൂപ്പരെന്താ പറയുന്നത്? 1000 ഗസനി ഈ ക്ഷേത്രം ആക്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ക്ഷേത്രം പുനർനിർമ്മിക്കാൻ നെഹ്റു തടസ്സം നിന്നു. എന്തുകൊണ്ട്? നെഹ്റു ഈ രാജ്യത്തെ തീവ്രവാദികളുടെ കൂടെ നിന്ന ആളാണ്. ആ ക്ഷേത്രം തകർത്തതിന്റെ ഉത്തരവാദിത്തം നെഹ്റുവിന്, അത് പുനർനിർമ്മിക്കാത്തതിന്റെ ഉത്തരവാദിത്തം നെഹ്റുവിന്. ഗസനി നെഹ്റുവിന്റെ കൊച്ചാപ്പായിരുന്നു എന്നതല്ലാത്ത ബാക്കി മുഴുവൻ ഈ മനുഷ്യൻ പറയാണ്. ഇത് അവരുടെ രാഷ്ട്രീയമാണ്. ഈ ഇരിക്കുന്ന മനുഷ്യർ, അവരുടെ വിശ്വാസം, ആ വിശ്വാസവും നമ്മുടെ വിശ്വാസവും ഒരുമിച്ച് പോകില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക, ശത്രുക്കളാക്കുക, പരസ്പരം ഭയം വെറുപ്പ് അതുണ്ടാക്കി എല്ലാ കാലത്തേക്കും ശത്രുക്കളാക്കി മാറ്റുക. അതിനവരുടെ ക്ഷേത്രങ്ങളെ, ദൈവസങ്കല്പങ്ങളെ ഉപയോഗപ്പെടുത്തുക. ഇത് RSSന്റെ ലൈനാണ്. നമ്മൾ രാജ്യം മുഴുവൻ കാണുന്നുണ്ടല്ലോ. ജയ് ശ്രീറാം എന്ന് വിളിക്കണം, അല്ലെങ്കിൽ നിന്നെ കൊന്നുകളയുമെന്നാണ്. ജയ് ശ്രീറാം എന്ന് വിളിക്കാത്തതിന്റെ പേരിൽ ഉത്തരേന്ത്യയിൽ ഓരോ ദിവസവും കൊല്ലപ്പെടുന്ന മനുഷ്യരുടെ പട്ടിക നമ്മുടെ മുന്നിലുണ്ട്. എന്തിനാണ്? രാമന് ജയ് വിളിച്ച് കേൾക്കാനുള്ള പൂതി കൊണ്ടാണോ? അങ്ങനെ രാമൻ തന്നെ പറയുന്നുണ്ട്. രാമൻ സീതയും കൊണ്ട് വനവാസത്തിന് പോവാണ്. കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമം കണ്ടു എന്നാണ്. അവിടെ പോയിട്ട് മഹർഷിയോട് പറഞ്ഞു, മഹർഷേ, ഞാൻ വനവാസത്തിൽ വന്ന അയോധ്യയിലെ രാജകുമാരനാണ്. എൻ്റെ കൂടെ അനുജൻ ലക്ഷ്മണനുമുണ്ട്. ഈ യുവതിയായ എൻ്റെ ഭാര്യ ജാനകി സീതയുമുണ്ട്. ഈ കാട് വന്യമൃഗങ്ങളുള്ള കാടാണ്, അസുരന്മാരുള്ള കാടാണ്. ആ വന്യമൃഗങ്ങളുടെ, തിന്മയുടെ, ശത്രുക്കളുടെ കണ്ണിൽ പെടാതെ ഈ കാട്ടിൽ എവിടെയാണ് മഹർഷേ എനിക്ക് സുരക്ഷിതമായി താമസിക്കാൻ കഴിയുക? ശ്രീരാമൻ മഹർഷിയോട് ഒരു താമസ സ്ഥലം ചോദിക്കാണ്. പക്ഷെ മഹർഷി ദിവ്യമായ കണ്ണുകളുള്ള ആളാണ്. മുന്നിൽ വന്ന് നിൽക്കുന്ന ക്ഷത്രിയകുമാരൻ, രാജകുമാരൻ, അയാളൊരു സാധാരണ മനുഷ്യനല്ല. പിന്നെയോ ശത്രുക്കളെ നിഗ്രഹിക്കാൻ പിറന്ന അവതാര പുരുഷനാണ്, ദൈവമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ദാർശനികമായ ഒരു മറുപടി രാമന് കൊടുത്തു എന്നാണ്. എന്താണ് ആ മറുപടി? രാമ, നീ താമസിക്കേണ്ടത്
നിന്നെ കാണാതെ നിന്നെ കൺമുന്നിൽ കണ്ടതുപോലെ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ട്. അവരുടെ ഹൃദയങ്ങളിലാണ് രാമ നീ കുടികൊള്ളേണ്ടത് എന്നാണ് മറുപടി. രാമൻ ചോദിച്ചു, അങ്ങനെയുള്ള മനുഷ്യരുടെ ഹൃദയങ്ങൾ ഞാൻ എങ്ങനെ തിരിച്ചറിയും? നീ ലോകത്തെ എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിലേക്ക് നോക്ക്. എവിടെയാണോ പകയില്ലാത്തത്, എവിടെയാണോ വെറുപ്പില്ലാത്തത്, എവിടെയാണോ സ്നേഹം മാത്രമുള്ളത്, അതാണ് രാമ, അവിടെയാണ് രാമ നീ കുടികൊള്ളേണ്ടത് എന്നാണ്. ആ രാമന് വേണ്ടിയിട്ടാണ് പാവപ്പെട്ട മനുഷ്യനെ 50 പേർ ചേർന്ന് വളഞ്ഞ് മുഖത്തടിച്ച് മരിക്കുന്നത് വരെ നിലത്തിട്ട് ചവിട്ടിയിട്ട് ആ മരണത്തിന് തൊട്ടു മുൻപ് അയാളുടെ ചുണ്ടിൽ നിന്ന് ജയ ശ്രീറാം കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ആ ജയ ശ്രീറാം വിളി കേൾക്കുമ്പോ ഈ VHP കാരന്, ഈ ബജറംഗ് ദളുകാരന്, ഇവിടുത്തെ RSSകാരന് സന്തോഷവും ഉന്മാദവും തോന്നിയേക്കാം. പക്ഷേ ചോര തുപ്പുന്ന ആ പാവപ്പെട്ട മനുഷ്യന്റെ ചുണ്ടിൽ നിന്ന് ജയ ശ്രീറാം എന്ന് കേൾക്കുമ്പോ മറ്റാര് സന്തോഷിച്ചാലും ശ്രീരാമ ഭഗവാന്റെ മുഖം കുനിയുമെന്ന്, അദ്ദേഹത്തിന്റെ തിരുഹൃദയം വേദനിക്കുമെന്ന് പഠിപ്പിക്കുന്നവരാണ്, വിശ്വസിക്കുന്നവരാണ് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരന്മാർ. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള സംഭവങ്ങൾ ഓർത്തെടുക്കുക. അത് തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ചെയ്യേണ്ടുന്നത്? മാറാട് കലാപങ്ങളെ കുറിച്ച്, തലശ്ശേരി കലാപത്തെ കുറിച്ച് ഈ കേരളത്തെ ഓർമ്മപ്പെടുത്തേണ്ടുന്ന എന്ത് രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പൊ ഉള്ളത്? അവരത് പറയുന്നത് ഒരു വട്ടം കൂടി UDF അധികാരത്തിൽ വന്നാൽ, അതാണ് UDF ഇനി ഇവിടെ അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമി കൈകാര്യം ചെയ്ത് കളയുമെന്നാണ്. ഇതിപ്പോ ഒരു പുതിയ കൂട്ടരാണ്. ആര്? ജമാഅത്തെ ഇസ്ലാമിക്കാര് പറയുന്നത് ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒന്നായി കഴിഞ്ഞു എന്നാണ്. ഈ രാവ് പുലരുന്നതുവരെ സംവദിച്ചാൽ തീരാത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്ക് നമ്മളോടും നമുക്ക് ജമാഅത്തെ ഇസ്ലാമിയോടും ഉണ്ട്. എന്നാൽ ഈ പറയുന്ന കൂട്ടർക്ക് ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി വല്ല ധാരണയുണ്ടല്ലോ. അപ്പൊ മൂപ്പര് പറഞ്ഞല്ലോ ഇവിടെ മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിയാണ്. കാന്തപുരം AP അബൂബക്കർ ഉസ്താദിന്റെ ജാഥ നോക്കങ്ങള്, അതും ജമാഅത്തെ ഇസ്ലാമിയല്ലേ? ഇപ്പൊ മിനിഞ്ഞാന്ന് എൻ്റെ നാട്ടിലൊരു CPM-കാരനെ പാർട്ടി പുറത്താക്കി. എന്താ കാര്യം? ബ്രാഞ്ച് കമ്മിറ്റി കൂടുകയാണ്. വൈകിട്ട് 4 മണിക്ക് തുടങ്ങണം. സാധുവായ സഖാവ് ഓടിക്കിതച്ച് ബ്രാഞ്ച് കമ്മിറ്റിക്ക് എത്തിയപ്പോ 5 മണിയായി. അപ്പൊ ബ്രാഞ്ച് സെക്രട്ടറി ചോദിച്ചു, നീ എവിടെയും? അപ്പൊ പറഞ്ഞു, ഞാന് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പോയി. ബ്രാഞ്ച് സെക്രട്ടറിക്ക് കലി വന്നു. നിസ്കരിക്കുന്നതേ നമ്മുടെ പാർട്ടിയിൽ തെറ്റ്. കാല് തെറ്റി വീണ പടിഞ്ഞാട്ട് വീഴരുത് എന്നാണ് നമ്മുടെ പാർട്ടിയുടെ അലിഖിത നിയമം. എന്നാലും നീ നിസ്കരിക്കുന്നത് നമ്മൾ വേണമെങ്കിൽ സഹിക്കായിരുന്നു. ഇപ്പൊ കളിച്ച് ജമാഅത്തെ ഇസ്ലാമിക്കാരെ കൂടെ എന്റെ നിസ്കാരല്ലേ 1 മിനിറ്റ് അന്നെ ഈ പാർട്ടിയിൽ വെക്കൂല. പുറത്താക്കിയതാണ്. ഒരു ശത്രുവിനെ അവിടെ ഉണ്ടാക്കുന്നു. പ്രിയപ്പെട്ടവരെ, കൃത്യമായി എന്റെ മുൻപിൽ ഇരിക്കുന്നവർ ഇതിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കണം. ഇതിലൊരു കെണിയുണ്ട്, ഒരു കെണി വെക്കുന്നുണ്ട് CPM. ഇപ്പൊ മനുഷ്യർക്കൊപ്പം എന്ന പേരിൽ AP ഉസ്താദ് സംഘടിപ്പിച്ച ജാഥയുടെ വേദിയിൽ അഭിവന്ദ്യനായ പണ്ഡിതന്റെ നേരെ നിന്ന് ഈ കാലഘട്ടത്തിൽ സുന്നി ഐക്യത്തെ കുറിച്ച് ഇരു സമസ്തകളുടെയും പണ്ഡിത നേതൃത്വം സംസാരിക്കുന്ന കാലത്ത്, പിളർപ്പിന്റെ കാലത്ത് നിങ്ങൾ കുറച്ച് ഇടങ്ങേറായില്ലേ എന്നയാൾ ചോദിക്കുന്നുണ്ടെങ്കിൽ കെണിയൊരുക്കുകയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇപ്പൊ രാജ്യത്തെ BJP ഈ കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു സംസ്ഥാനമുണ്ട്, ആസാം. ആസാമിന്റെ സവിശേഷത 38% മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണത്. ആസാം BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. മനസ്സിലാക്കിക്കോ, 38% മുസ്ലിങ്ങൾ താമസിക്കുന്ന ആ പ്രദേശം കഴിഞ്ഞ 1 പതിറ്റാണ്ട് കാലമായി ഭരിക്കുന്നത് BJP-യാണ്. ആ BJP-യുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മർമ്മം എന്താണ് ആസാമിൽ? അവിടുത്തെ BJP-യുടെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിൽ വന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ആരംഭിക്കുന്നത് ഒരു ഇറച്ചി വെട്ടുകാരിൽ നിന്നാണ്. ഒരാളിരുന്ന് ഇറച്ചി വെട്ടുന്നു. അയാൾക്ക് നീണ്ട താടിയുണ്ട്, ഒരു വലിയ തൊപ്പിയുണ്ട്. അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. അവിടെ നിന്ന് ആരംഭിക്കുമ്പോഴോ മ്യൂസിയം, എയർപോർട്ട്, അവിടുത്തെ ഷോപ്പിംഗ് മാളുകൾ എല്ലാം കാണിക്കുന്നു. എന്നിട്ട് ആ ദൃശ്യങ്ങൾ അവസാനിക്കുമ്പോൾ അവർ പറയുന്നത്, ഒരു വട്ടം കൂടി ആസാമിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും നിങ്ങൾ അവരെ കാണൂ. ഇത് അവരുടെ രാജ്യമായി മാറും. ആരുടെ? ഗുസ്പേട്ടിയോങ്ക എന്നാണ്. ഇൻഫിൽട്രേറ്റേഴ്സ്, നുഴഞ്ഞുകയറ്റക്കാരുടെ നാടായി മാറും എന്നാണ്. നുഴഞ്ഞുകയറ്റക്കാർ ആരാണെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം
നുഴഞ്ഞുകയറ്റക്കാർ ആ ദൃശ്യങ്ങളിലുണ്ട്. നുഴഞ്ഞുകയറ്റക്കാർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തെയാണ്. തീർന്നില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലെ ബെൻസുരയിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. പറഞ്ഞത് ഇങ്ങനെയാണ്: അഗർ हिंदुस्तान में दोबारा कांग्रेस की सरकार आई तो मेरे बहनों आप लोगों का मंगल्य सूत्र भी छीन करके कांग्रेस उनको बांटेंगे എന്നാണ്. ഇന്ത്യയിൽ ഒരു വട്ടം കൂടി കോൺഗ്രസിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ അത്രയും പറഞ്ഞു നിർത്തിയിട്ട് ആ സദസ്സിന്റെ വലതുഭാഗത്തിരിക്കുന്ന സഹോദരിമാർക്കു നേരെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതനിരപേക്ഷ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിരൽ ചൂണ്ടാണ്. എന്നിട്ട് അവരെ വിളിക്കാണ്: സഹോദരിമാരെ, നിങ്ങളുടെ മംഗല്യ സൂത്രം, നിങ്ങളുടെ കഴുത്തിലെ കെട്ടുതാരി അതുപോലും പൊട്ടിച്ചെടുത്ത് കോൺഗ്രസ് അവർക്ക് കൊടുക്കും. ആർക്ക്? ജിൻകെ ജ്യാദ ബച്ചേ ഹേ, അവർക്ക് ഒരുപാട് കുട്ടികൾ ഉണ്ടാകും. ഗുസ്പേഡിയോങ്കോ ബാഠേങ്കെ എന്നാണ്. ഒരുപാട് പ്രസവിച്ചു കൂട്ടുന്നവർ, നുഴഞ്ഞുകയറിയവർ, തീവ്രവാദികൾ. ആദ്യം പറഞ്ഞത് മോഡിയാണ്, പിന്നെ പറഞ്ഞത് ഹിമന്ത ബിശ്വ ശർമ്മയാണ്. ഈ പറഞ്ഞത് മുഴുവൻ പ്രിയപ്പെട്ടവരെ ഉത്തരേന്ത്യയിലെ BJPയുടെ നേതാക്കന്മാരാണ്. നിങ്ങൾ എൻ്റെ കൂടെ കേരളത്തിലേക്ക് വാ. ഒരു ജില്ലയിൽ പെണ്ണുങ്ങള് മത്സരിച്ച് പ്രസവിച്ചു കൂട്ടാണ്. എന്തിനാണ്? ആ ജില്ല അവരുടെ രാജ്യമാക്കാനാണ്. അവിടെ നോമ്പിന് കട തുറക്കൂല, അവിടെ കുടിക്കാൻ വെള്ളം കിട്ടൂല, അവിടെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു തുള്ളി വായുവില്ല. അവിടെ അവരെ പേടിച്ചു വേണം ബാക്കിയുള്ളവർ ജീവിക്കാൻ. ഞാൻ ആദ്യം പറഞ്ഞ മോഡിയുടെ പ്രസംഗം ജിൻകെ ജ്യാദ ബച്ചേ ഹേ, അവർക്ക് ഒരുപാട് കുട്ടികളുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോ ഒരാൾ മലയാളത്തിൽ പറയുന്നു അവർ പ്രസവിച്ചു കൂട്ടാണ്. ഒരു വീട്ടിൽ 10 കുട്ടികളാണ്. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? മോഡി പറഞ്ഞത് ഹിന്ദിയിൽ, ഇവിടെ പറഞ്ഞത് മലയാളത്തിൽ. രണ്ടും ഉൾക്കൊള്ളുന്നത് ഒരേ വെറുപ്പ്, ഒരേ വിദ്വേഷം, ഒരേ പക. അതിന്റെ ലക്ഷ്യം ചേർന്നിരിക്കുന്ന നിങ്ങളെ, ഒരുമിച്ചിരിക്കുന്ന നിങ്ങളെ മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിക്കുക എന്നത് മാത്രം. ആദ്യം പറഞ്ഞത് ഉത്തരേന്ത്യയിലെ BJP, രണ്ടാമത് പറഞ്ഞത് ഇവിടുത്തെ ഞാൻ ആദ്യം പറഞ്ഞ സമുദായ സംഘടനയുടെ നേതാവ്. കാറിൽ കയറ്റിയതല്ല പ്രശ്നം, പൊന്നാടയിട്ടതല്ല പ്രശ്നം. പിന്നെയോ ദാ ഇതാണ് ആ പൊന്നാടയണിയിച്ച് കാറിൽ കയറ്റിയിരുത്തി ചുമന്നുകൊണ്ട് നടക്കുന്ന മനുഷ്യൻ ഈ കേരളത്തിന്റെ മതനിരപേക്ഷതയെ പിന്നിൽ നിന്ന് കുത്തിവീഴ്ത്തുമ്പോ ആ കത്തിക്ക് മൂർത്ത കൂട്ടിക്കൊടുക്കുന്നതാണ് സഖാബേ. കേരളത്തോട് നിങ്ങൾ ചെയ്യുന്ന ചതി എന്ന് പറയുന്നത് ആദ്യം ജാഗ്രത പാലിക്കേണ്ടത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ടവരെ, ഈ കുറുമുന്നണിക്കെതിരെയാണ്. അവരൊന്നാണ്, ഒരൊറ്റ പാർട്ടിയാണ്, ഒരു മുന്നണിയാണ്. മാറാടും തലശ്ശേരിയും ഈ കേരളത്തിന്റെ ഓർമ്മകളിലേക്ക് അവർ കൊണ്ടുവരുന്നത് തമ്മിലടിപ്പിക്കാനാണ് എന്ന ജാഗ്രത ഉണ്ടാവണം. തിരിച്ചു പറയാൻ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി, നിങ്ങളൊക്കെ കണ്ടില്ലേ ഫഹദ് ഫാസിലിന്റെ മാലിക് സിനിമ? കണ്ടിരുന്നോ? സമ്മതിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. കണ്ടു എന്ന് എനിക്കറിയാം. ആ സിനിമയിൽ ഒരു വെടിവയ്പ് കാണുന്നുണ്ടോ നിങ്ങൾ? 9 പേർ മരിച്ചു വീണു. കേരളത്തിൽ നടന്നതാണ്. ഇതൊന്നും പറയണമെന്ന് ആഗ്രഹിച്ചതല്ല. ഇതൊന്നും പറയുന്നത് മരിച്ചവരുടെ കണക്ക് പറഞ്ഞ് വൈകാരികത ആളിക്കത്തുക ലീഗിന് വോട്ട് തട്ടാനുമല്ല. എത്രയോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിനുശേഷം ആ മനുഷ്യർക്ക് നീതി ലഭിക്കണം, അവർക്ക് നഷ്ടപരിഹാരം വേണമെന്ന് അന്യോട്ട് ഏജൻസികൾക്ക് മുൻപിൽ, രാജ്യത്തെ സംവിധാനങ്ങൾക്ക് മുൻപിൽ ആവശ്യപ്പെട്ടതല്ലാതെ തെരുവ് പ്രസംഗങ്ങളിൽ അത് കൊണ്ടുവന്ന് അലക്കാൻ അന്നും ഇന്നും ലീഗ് തയ്യാറായിട്ടില്ല. 9 പേർ, അതിലൊരു 16 വയസ്സുകാരൻ ഈ കേരളത്തിൽ ഈ നൂറ്റാണ്ടിൽ വെടിയേറ്റ് വീണ് മരിക്കുമ്പോ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ പേര് കോടിയേരി ബാലകൃഷ്ണൻ എന്നായിരുന്നു. ഇന്നലെ പറയുമ്പോ പിണറായി വിജയൻ ആ കണക്ക് പറഞ്ഞോ? ഭീമാപ്പള്ളി വെടിവയ്പ്പിനെ കുറിച്ച് പറഞ്ഞോ? എന്റെ 1ഉം 2ഉം മാറാട് മാത്രമായി പോയി. പറയുന്നത് ഇവിടെ RSS കലാപത്തിന് ശ്രമിക്കുന്നു, ആ കലാപങ്ങളിൽ നിന്ന് കേരളത്തെ രക്ഷിച്ചത് ഞങ്ങളാണ് എന്നാണ്. സഖാവിന് ചരിത്രം അറിയോ? നിങ്ങൾ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് മിസ്റ്റർ പിണറായി വിജയൻ ഒരു പള്ളിക്കകത്ത് കിടന്നുറങ്ങുന്ന മതപണ്ഡിതന് ഈ കേരളത്തിന്റെ മണ്ണിൽ RSS കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. കാസർഗോട്ട് ചൂരിയിൽ ഒരു മൗലവി
റിയാസ് മൗലവി പാവപ്പെട്ട ഒരു മതപണ്ഡിതൻ പള്ളിക്കകത്ത് കിടന്നുറങ്ങുമ്പോ സുബഹി നമസ്കാരത്തിന് തൊട്ടു മുൻപ് ഊരിപ്പിടിച്ച വാളുമായി ആ പള്ളിക്കകത്തേക്ക് നടന്നു വന്ന ആ പണ്ഡിതനെ കൊലപ്പെടുത്തിയവർ അവർ ഹിന്ദുക്കളല്ല, പിന്നെയോ അവർ RSS ആണ്, സംഘപരിവാറാണ്. കൊലപ്പെടുത്തി, അറസ്റ്റ് ചെയ്തു. പോലീസ് ചോദിച്ചു നിങ്ങൾ എന്തിനാ കൊന്നത്? അവർ മറുപടി കൊടുത്തു, ഞങ്ങൾ കള്ളു കുടിച്ച് തലക്ക് പിടിച്ചപ്പോ ഞങ്ങൾക്ക് ഒരാളെ കൊല്ലണം, സൗകര്യത്തിന് ഒത്തു കിട്ടിയത് ഈ മൗലവിയാണ് എന്നാണ്. അതിന്റെ പിറ്റേ ദിവസവും കാസർഗോട്ട് നടന്ന നാടകങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ഇപ്പൊ തൃശ്ശൂരിൽ നടക്കുന്നുണ്ടല്ലോ ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവം. നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷം കേരളത്തിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ അധ്യാപകർ, ഈ കേരളം മുഴുവൻ തൃശ്ശൂരിലെ വേദിയിൽ ആടുകയും പാടുകയും ചെയ്യുന്ന കേരളത്തിന്റെ കൗമാര കലാകാരന്മാരെ ആകാംക്ഷയോടെ നോക്കുകയാണ്. അന്ന് കാസർഗോട്ട് സ്കൂൾ കലോത്സവം നടക്കുകയാണ്. ഈ മൗലവിയുടെ ജനാസ അതിന്റെ മുൻപിലൂടെ കൊണ്ടുപോകരുത്, പ്രശ്നം ഉണ്ടാവും. അവിടുത്തെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വം, അവിടുത്തെ ആ പള്ളിയുടെ ഔദ്യോഗിക ഭാരവാഹികൾ അവർ പറഞ്ഞു വേണ്ട, ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല, ഒരു പ്രശ്നം ഉണ്ടാവണ്ട എന്നാണ്. അങ്ങനെ സംയമനം പാലിച്ച് ജാഗ്രതയോടെ ഇത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കാൻ RSS ഒരുക്കുന്ന കെണിയാണെന്ന് തിരിച്ചറിഞ്ഞ് ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും കൈകോർത്ത് നിന്ന് പ്രതികരിച്ചപ്പോ കേരളം ഒരു കലാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി അങ്ങനെ ഒന്ന് കാസർഗോട്ടെന്നല്ല, കേരളത്തിൽ എവിടെയും ഉണ്ടാവാതിരിക്കാൻ, ഒരു മുസ്ലിം ദേവാലയത്തിന്റെ എന്നല്ല, ഒരു മനുഷ്യന്റെ നേരെ പോലും കേരളത്തിലെ RSSുകാർ ആയുധമൂരി കടന്നു ചെല്ലാതിരിക്കാൻ സഖാവെ എന്തു വേണം നിങ്ങൾ പറയാ? ആ മൗലവിയെ കൊന്ന പ്രതികൾ അവര് ജയിലിൽ കിടക്കണം, അവര് ശിക്ഷ അനുഭവിക്കണം. തിരിച്ചു കൊല്ലല്ല വേണ്ടത്, തിരിച്ചു വെട്ടല്ല വേണ്ടത്. RSSന് വേണ്ടത് അതാണ്, വെട്ടാനും കൊല്ലാനും ഇറങ്ങല്ല, പിന്നെയോ നിയമത്തിന്റെ കൊന്നിൽ കൊണ്ടുവന്ന് കഴുമരം വാങ്ങിക്കൊടുക്കണം ആ സംഘപരിവാറുകാർക്ക്. അന്ന് ആ സംഭവം നടക്കുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര്? ഇപ്പൊ ക്വിസ് നടക്കാണല്ലോ, ചീഫ് മിനിസ്റ്റേഴ്സ് ക്വിസ് എന്നാണ്. ആ ക്വിസിലേക്ക് ഞങ്ങൾ കുറച്ച് ചോദ്യം വരാൻ സഖാവേ. റിയാസ് മൗലവി കൊല്ലപ്പെടുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര്? ആഭ്യന്തരമന്ത്രി ആര്? 2 ചോദ്യത്തിനും ഒരേ ഉത്തരം, ശരി ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്ക്. ആരാണെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി? 5 മാർക്ക് വേണ്ട, നിങ്ങൾക്ക് തങ്ങൾ വരാൻ സമയം എടുക്കട്ടോ. നിങ്ങളും കൂടി കൂടി തന്നാൽ ഇത് വേഗം തീരും. അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പിണറായി വിജയന്റെ പ്രസംഗത്തേക്കാൾ വമ്പിച്ച പ്രസംഗം ഇത്. 5 മാർക്കിന്റെ ഒന്നാമത്തെ ചോദ്യം, റിയാസ് മൗലവി കൊല്ലപ്പെടുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ, ആഭ്യന്തരമന്ത്രിയുടെ പേര് പിണറായി വിജയൻ. മാർക്ക് 10 അല്ലേ? ആ കേസിലെ പ്രതികൾ അവരിപ്പോ കിടക്കുന്ന ജയിൽ ഏതാണ്? അവരെ എത്ര വർഷമാണ് ശിക്ഷിച്ചത്? സഖാവെ മറുപടി പറ നിങ്ങള്. അവരിപ്പോ കിടക്കുന്ന ജയിൽ ഏതാ? അവരിപ്പോ ജയിലിലല്ല പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കിക്കോ നിങ്ങള്. അവരിപ്പോ ജയിലിലില്ല. 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് മാസങ്ങൾക്ക് മുൻപ് കാസർഗോട്ടെ ഒരു കോടതി ആ കേസിന്റെ വിധി പറഞ്ഞു. റിയാസ് മൗലവിയുടെ ഭാര്യ ആ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ ചോർത്തു പിടിച്ച് ആ കോടതി മുറ്റത്ത് നിന്ന് വാവിട്ട് കരയുമ്പോ മൗലവിയെ കൊലപ്പെടുത്തിയ RSSുകാർ കയ്യാമം അടിച്ചു വെച്ച് തെരുവിലേക്ക് ഇറങ്ങിപ്പോയി. നാളെയും അവർക്ക് ആയുധം എടുക്കാം, ആരെയെങ്കിലും വെറുതെ വിട്ടു സഖാക്കളെ അവരെ. ആ കേസ് അന്വേഷിക്കുമ്പോ, കുറ്റപത്രം കൊടുക്കുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര്, ആഭ്യന്തരമന്ത്രിയുടെ പേര്, അടുത്ത 10 മാർക്ക്. ആരാണത്? പിണറായി വിജയനാണ്. സഖാവിനറിയോ ഇവിടെ എങ്ങനെയാ കലാപം ഉണ്ടാവത്തെന്ന്? RSS ആഗ്രഹിക്കാഞ്ഞിട്ടല്ല, പ്രകോപനം ഉണ്ടാക്കാഞ്ഞിട്ടുമല്ല, നിങ്ങൾ അതിന് ഒത്താശ ചെയ്യാഞ്ഞിട്ടുമല്ല, പിന്നെയോ ഞങ്ങൾ ഇവിടുത്തെ മനുഷ്യർ, ഇവിടുത്തെ ഹിന്ദുവും ഇവിടുത്തെ മുസ്ലിമും ഇവിടുത്തെ ക്രിസ്ത്യാനിയും RSS എറിഞ്ഞു തന്ന ഒരു ഇരയിലും കൊത്താതെ ഈ നാട്ടിൽ കലാപമുണ്ടാക്കാൻ അനുവദിക്കില്ല എന്ന് വിചാരിച്ച് കൂടപ്പറപ്പുകളെ പോലെ ചേർന്ന് നിന്നപ്പോഴാണ്, ഞങ്ങൾ പ്രതിരോധമുയർത്തിയപ്പോഴാണ് സഖാവേ ഈ കേരളത്തിൽ കലാപങ്ങൾ അന്യമായത് എന്നതാണ്. ഈ വിദ്വേഷ രാഷ്ട്രീയത്തെ പ്രിയപ്പെട്ടവരെ ഒന്നാമതായി നമുക്ക് ചെറുക്കാൻ കഴിയണം. രണ്ടാമത്തേത് ഇവരുടെ വികസന വായ്ത്താരിയാണ്. ഇവരുടെ വികസന വായ്ത്താരിയിൽ ഏറ്റവും മുന്നിൽ നിന്നത് ദേശീയപാതയായിരുന്നു. അതിൻ്റെ മോളിൽ കയറി മരുമോൻ്റെ എത്ര റീലാണ്. ചെക്കൻ ട്രാക്ക് സൂട്ടിട്ട് നടക്കുന്നു, ചെക്കൻ തലകുത്തി മറിയുന്നു, ചെക്കൻ കരണം മറിയുന്നു,
ആഴ്ചക്കാഴ്ചക്ക് മീറ്റിംഗാണ് ഈ ഹൈവേ. ഞാനും എൻ്റെ മുഖ്യമന്ത്രിയും, ഞാനിപ്പോൾ അമ്മോശൻ എന്നൊന്നും പറഞ്ഞിട്ട് അപഹസിക്കുന്നില്ല, മോശമാണല്ലോ, ഞാനും എൻ്റെ മുഖ്യമന്ത്രിയും കൂടി ഉണ്ടാക്കിയ റോഡാണ്. 6000 കോടി ഞങ്ങൾ കൊടുത്തു എന്നാണ്. ഇതിൻ്റെ പിന്നിൽ നടന്ന വലിയൊരു ചതി അറിയോ നിങ്ങൾക്ക്? ഈ പോകുന്ന റോഡുണ്ടല്ലോ, ഇതേതാ റോഡെന്നറിയോ നിങ്ങൾക്ക്? ഇത് വെങ്ങളം അഴിയൂർ റീച്ചാണ് അല്ലേ? വെങ്ങളം അഴിയൂർ റീച്ചാണ്, ശരിയല്ലേ? അതെ. ഇത്രയും റോഡ് എത്ര കിലോമീറ്റർ ഉണ്ട് റഷീദ്? ഇത് പോട്ടെ, 15 ഉറപ്പിക്കാം. 15 കിലോമീറ്റർ ഈ ദേശീയപാത. ഇത് നിർമ്മിക്കാൻ ആദ്യം കരാറെടുത്തത് ആരാന്നറിയോ നിങ്ങൾക്ക്? ഈ റോഡ് 15 കിലോമീറ്റർ ഗൗതം അദാനിയുടെ കമ്പനി. എത്ര കോടിക്കാന്നറിയോ? എത്ര കോടിക്കാ? 1845 കോടിക്ക്. ഈ റോട്ടില് ഒരു കൊട്ട സിമന്റ് ഇട്ടില്ല അദാനി. ഒരു JCB വേണ്ട, ഒരു തൂമ്പക്ക് ഒരു കൊട്ട മണ്ണ് വാരിയിട്ടില്ല അദാനി. ഒരു ഹിന്ദിക്കാരനെ നിർത്തിയിട്ട് 100 രൂപ കൂലി കൊടുത്തില്ല അദാനി. എന്താ ചെയ്തെന്നറിയോ? വാഗഡ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പേരുള്ള അഹമ്മദാബാദ് കേന്ദ്രീകരിച്ചുള്ള ഒരു കമ്പനിക്ക് മറിച്ചു കൊടുത്തു. എത്ര കോടിക്കാ? 945 കോടിക്ക്. നിന്ന നിപ്പിൽ ഈ റോഡിന് അദാനിക്ക് എത്ര ലാഭം എന്നറിയോ? എത്രയാ? ഏതാണ്ട് 1000 കോടിക്കടുത്ത്. 15 കിലോമീറ്ററിന് വകയിരുത്തിയത് 1700. 1 കിലോമീറ്റർ റോഡ് ഉണ്ടാക്കാൻ അദാനിക്ക് കിട്ടിയത് 120 കോടി എന്ന് വെച്ചാൽ അവിടെ നിന്ന് ദവിടെ വരെ, നമ്മളെ ലീഗാ പീസ് വരെ 1 കിലോമീറ്റർ റോഡ് ഉണ്ടാക്കിയപ്പോ എന്റെയും നിങ്ങളുടെയും നികുതി പണം 120 കോടി രൂപ ഈ രാജ്യം ഭരിക്കുന്ന പൊന്നു തമ്പുരാൻ അദാനിയുടെ കീശയിൽ ഇട്ട് കൊടുത്തു. അയാള് പുതിയ ആളെ ഏൽപ്പിച്ചപ്പോഴോ ഇപ്പൊ ഈ റോഡിന് ചെലവായിക്കൊണ്ടിരിക്കുന്നത് 55 കോടി. 55 കോടിയും ചെലവായി എന്നല്ല, അതിൽ എടുത്തയാളുടെ ഒരു ലാഭം കൂടി ഉണ്ടാവും. ബാക്കി പൈസ എവിടെ പോയി? എവിടെ പോയി? അദാനിയുടെ കീശയിൽ പോയി. 1000 കോടി ഒക്കെ തിരിഞ്ഞോ? റോഡ് എങ്ങനെയാ പൊളിഞ്ഞത് എന്ന്, നെടുക പിളർന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? റോഡിന്റെ ഒത്ത നടുക്കൂടി പുഴയൊഴുക. മൂപ്പരൊരു പ്രസംഗം കേട്ടില്ലേ മുഖ്യമന്ത്രിയുടെ? ഒരു ദിവസം ഒരു കുട്ടി അമേരിക്കയിൽ നിന്ന് കേരളത്തിൽ വന്നു അത്രേ. ആ കുട്ടി തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് വരെ യാത്ര ചെയ്തപ്പോ അവിടെ കുതിരാൻ ടണൽ കണ്ടു എന്നാണ്. അപ്പൊ ആ കുട്ടി പറയണം, അമേരിക്കയിലേതിനേക്കാൾ നല്ല റോഡുകളാണല്ലോ ഇവിടെ കിടക്കുന്നത് എന്നാണ്. മൂപ്പര് നേരത്തെ പ്രളയം ഉണ്ടായപ്പോൾ നെതർലൻഡ്സിൽ പോയിരുന്നു. നെതർലൻഡ്സിൽ പോയപ്പോ മൂപ്പര് വന്ന് പറഞ്ഞു, ഞാനൊരു പദ്ധതി നടപ്പാക്കാൻ പോണം. അതിന്റെ പേര് റൂം ഫോർ റിവർ എന്നാണ്. പുഴ ഒഴുകാൻ സ്ഥലം വേണം. പുഴയ്ക്ക് ഒഴുകാൻ സ്ഥലം ഉണ്ടെങ്കിൽ വെള്ളം കയറൂല എന്നാണ്. അപ്പൊ മൂപ്പര് പുഴയ്ക്ക് ഒഴുകാൻ സ്ഥലം ഉണ്ടാക്കും നമുക്ക് തീർച്ചയായും. അത് ദേശീയപാതയുടെ ഒത്ത നടുക്ക കൂടിയാവുന്ന കൂരിയായിട്ട് ഇത് പൊളിഞ്ഞു വീണപ്പോഴാണ് നമുക്ക് ബോധ്യമായത് അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് എടുത്തോ, അഴിയൂര് കഴിഞ്ഞു, വടകര കഴിഞ്ഞ് അങ്ങനെ ചെന്നാൽ കാഞ്ഞങ്ങാട് എത്തും. അപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടല്ലോ, കാസർഗോട്ട് മഞ്ചേശ്വരത്ത് മുസ്ലിം ലീഗ് MLA AKM അഷ്റഫിന്റെ നേതൃത്വത്തിൽ വലിയ സമരം നടക്കുകയാണ്. ഇവിടെ മുഴുവൻ ഈ റോഡിന് മുഴുവൻ ടോളാണ്. ഇപ്പോൾ 100, 110 ഒക്കെ വെച്ച് വാങ്ങണം. അവിടെ ആ ടോള് പിരിക്കുന്നിടത്ത് ഈ കൺസ്ട്രക്ഷൻ നടത്തുന്നത് മേഘ എഞ്ചിനീയറിംഗ് ആണ്. ഈ മേഘ എഞ്ചിനീയറിംഗ് 1 കൊല്ലമായി കരിമ്പട്ടികയിലാണ്. രാജ്യം ഭരിക്കുന്ന BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി മേഘ എഞ്ചിനീയറിംഗ് കൊടുത്തത് 50 കോടി. കേരളം ഭരിക്കുന്ന CPMന് കൊടുത്തത് 50 ലക്ഷം. 2 കൂട്ടരും കൂടി കപ്പം വാങ്ങിയിട്ടാണ് പ്രിയപ്പെട്ട തിക്കോടിക്കാരെ നിങ്ങളുടെ കൺമുന്നിൽ നടക്കുന്ന ഈ കാട്ടുകൊള്ളയ്ക്ക് അദാനിക്കും അയാളുടെ പങ്കുകാർക്കും അവസരമൊരുക്കി കൊടുക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് കേരളത്തിൽ ഇവർ പറയുന്ന വികസനം. ഇനി വികസനമൊക്കെ പോട്ടെ, ഒരു ഗവൺമെന്റിന്റെ അടിസ്ഥാനപരമായ ജോലി എന്താണ്? ജനാധിപത്യത്തിൽ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ അവരെ ഏൽപ്പിക്കുന്ന ആദ്യത്തെ ജോലി എന്താണെന്നറിയോ നിങ്ങൾക്ക്? ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക. അതിനാണ് പോലീസ്, അതിനാണ് ജയില്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ സ്ത്രീകൾ ഇരിപ്പുണ്ടല്ലോ ധാരാളം. തങ്ങളിപ്പോൾ വരൂട്ടെ, ഇങ്ങനെ വല്ലാണ്ട് സഹിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആശമാരുടെ സമരം നടന്നത് തിരുവനന്തപുരത്ത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? മുട്ടുകുത്തി നിന്ന് സമരം ചെയ്തു, മുടി മുറിച്ച് സമരം ചെയ്തു, തലമുണ്ഡനം ചെയ്ത് സമരം ചെയ്തു, മരിച്ചതുപോലെ കിടന്ന് സമരം ചെയ്തു. ഒടുവിൽ ആ സമരം അവസാനിക്കുന്നതിൻ്റെ തൊട്ടു തലേ ദിവസം മുദ്രാവാക്യം വിളിച്ച് നടന്നു നീങ്ങിയ ആശമാരിൽപ്പെട്ട ഒരു സ്ത്രീയുടെ നെഞ്ചിനു നേരെ ഈ കേരളത്തിലെ പോലീസിന്റെ വാൻ വന്ന് നിൽക്കുന്നത് കണ്ടോ നിങ്ങൾ? ഓർമ്മയില്ല, മറന്നു പോകരുതേ. ഇയാൾ ഇനിയും ചിലപ്പോൾ ഒരു 200 രൂപ പെൻഷൻ കൂട്ടിത്തരും. മറന്നു പോകരുത് നിങ്ങൾ. നിങ്ങളുടെ ഓർമ്മകളിൽ ഉണ്ടാവണം എൻ്റെ സഹോദരിമാരുടെ. ആ സമരം ചെയ്യുന്ന ആശമാർക്കിടയിൽ പ്രിയപ്പെട്ടവരെ
മലയാളത്തിലൊരു ആക്ടിവിസ്റ്റ് ജയദേവിക ഒരു സർവേ നടത്തി 50 സ്ത്രീകളോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ജീവിത സാഹചര്യം? ആ സ്ത്രീകളിൽ 22 പേർ വിവാഹമോചിതരാണ്, 34 പേരുടെ വീട് പണയത്തിലാണ്, 26 പേരുടെ വീട്ടിൽ അവർക്ക് കിട്ടുന്ന ആ ശമ്പളമല്ലാതെ 1 രൂപ വരുമാനമില്ല. അവർക്ക് എത്ര കിട്ടുന്നതെന്നറിയോ നിങ്ങൾക്ക്? എത്രയാണ്? ഒരു ദിവസം 300 രൂപ. രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം വരെ നിങ്ങളുടെ ഈ തിക്കോടിയിൽ ഒരാശയുണ്ടെങ്കിൽ അവരുടെ പിറകെ നിങ്ങളൊന്ന് പോവ്. ഒരിറ്റ് വെള്ളം കുടിക്കാൻ നേരമില്ലാതെ, ഒന്ന് വിശ്രമിക്കാൻ നേരമില്ലാതെ രാപകൽ നടത്തുന്ന കഠിനാധ്വാനത്തിന് അവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് ആ 300 രൂപ. തൊഴിലുറപ്പിന് പോകുന്ന എത്ര പേരുണ്ട് ഇവിടെ? എത്ര പേരുണ്ട്? കുറേ ആളുണ്ടാവില്ല. എത്ര കിട്ടും? ഇപ്പം എത്രയാണ് ഇപ്പോൾ തൊഴിലുറപ്പിൻ്റെ കൂലി? 463. റൗണ്ടാക്കിക്കോ, 500 ആക്കാം. എന്നാൽ ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന സ്ഥലം എവിടെയാണെന്നറിയോ നിങ്ങൾക്ക്? എവിടെയാണെന്നറിയോ? 10 മടങ്ങ് വർധനവാണ്. സ്കിൽഡ് ലേബർമാർ, അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നത് 120 രൂപ. സെമി സ്കിൽഡ് ലേബർമാർ, അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നത് 87 രൂപ. അൺസ്കിൽഡ് ലേബർമാർ, അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നത് 63 രൂപ. സ്കിൽഡുകാർക്ക് ഇപ്പോൾ 630 കിട്ടും, സെമി സ്കിൽഡുകാർക്ക് 570 കിട്ടും, അൺസ്കിൽഡുകാർക്ക് 520 കിട്ടും. മാസശമ്പളം 10,000 രൂപ മുടങ്ങാതെ കിട്ടും. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നേരത്തെ അവിടെ ഫ്രീ ആണ്. സ്ഥലം ഏതാണെന്നറിയോ നിങ്ങൾക്ക്? യെസ്, ജയിലാണ് പ്രിയപ്പെട്ടവർ. എന്തിനാണെന്നറിയോ? ഇവരെ ഇഷ്ടക്കാരാണ് അവിടെ മുഴുവൻ, ഇവരുടെ പാർട്ടിക്കാരാണ്. ജില്ലാ കമ്മിറ്റി മുതൽ താഴേക്ക് ബ്രാഞ്ച് കമ്മിറ്റി വരെ. ഇപ്പം ഇന്നലെ വേറെ സർക്കുലർ പോയി. എന്താണെന്നറിയോ? ഈ പണി വെറുതെ എടുത്താൽ പോരാ. ഒരു CPM-ന്റെ പാർട്ടി കേഡർ, അയാൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 10% കൊല്ലത്തിൽ പാർട്ടിക്ക് കൊടുക്കണം എന്നാണ്. പാർട്ടി ലെവി എന്നാണ് അതിൻ്റെ പേര്. എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന, ഞാൻ അവിടെ അവരുടെ ദർസിൽ കുറെ കാലം പഠിച്ചാളാണ്. ഈ ലെവിയുടെ ശതമാനവും അത് കൊടുക്കേണ്ട കണക്കൊക്കെ എനിക്കറിയാം. ഇനിയിപ്പോൾ ജയിലിൽ ഇതും കൂടി, ജയിലിൽ ബ്രാഞ്ച് ഉണ്ടാക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് കണ്ണൂർ ജയിൽ ബ്രാഞ്ച്, വിയ്യൂർ ജയിൽ ബ്രാഞ്ച്, തിരുവനന്തപുരം സെൻട്രൽ ജയിൽ ബ്രാഞ്ച്, അവിടെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ടാവും. അതിന് പറ്റിയ മുതലുകൾ നേരത്തെ അവിടെ ഉണ്ട്. കണ്ണൂരാണെങ്കിൽ കൊടിസുനിയുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന എല്ലാ ജയിലിലും ഒരു ആളുണ്ട്. എന്നിട്ട് ലെവിയും കൂടി പിരിക്കുക. ഉളുപ്പുണ്ടോ ചങ്ങായിമാരെ? ഈ നാട്ടില് മനുഷ്യർ പട്ടിണി കിടക്കുകയാണ്. ഈ നാട്ടില് മനുഷ്യർക്ക് ദാരിദ്ര്യത്തിന്റെ കൂറയാണ്. അക്കാലത്താണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ആളെ കൊന്നിട്ട് 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയിട്ട്, പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയിട്ട് ജയിലിൽ കിടക്കുന്നവർക്ക് മാസം 15,000 രൂപ ശമ്പളം. EP ജയരാജൻ പറയാണ്, ജയിലിൽ കിടക്കുന്നവര് പാവങ്ങളല്ലേ, സാഹചര്യം കൊണ്ട് അവിടെ എത്തിപ്പെട്ടതല്ലേ. ഇതൊക്കെ നമുക്കും അറിയാം. ജയിലിൽ ആളെ കൊല്ലാനുള്ള സ്ഥലമല്ല ജയിൽ, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അവരവിടെ കെട്ടിത്തൂക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ആ ശിക്ഷ, ആ ജയിൽവാസം, അത് ജയിൽവാസമായിരിക്കണം. ഗോവിന്ദച്ചാമി ജയിലിനകത്താണ് എന്നതാണ് രാവിലെ മകളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന എൻ്റെ ഈ ഉമ്മമാരുടെ, എൻ്റെ ഈ അമ്മമാരുടെ ധൈര്യം എന്ന് പറയുന്നത്. കൊടിസുനി ജയിലിനകത്താണ് എന്നതാണ് TP ചന്ദ്രശേഖരന്റെ മക്കളുടെ ധൈര്യം എന്ന് പറയുന്നത്. കിർമാണി മനോജ് ജയിലിനകത്താണ് എന്നതാണ് ഈ നാട്ടിലെ ജനാധിപത്യത്തിന് വേണ്ടി നിലയുറപ്പിക്കുന്ന മനുഷ്യരുടെ ധൈര്യം എന്ന് പറയുന്നത്. ആളെ കൊന്നവര്, ബലാത്സംഗം ചെയ്തവര്, അവര് ജയിലിൽ കിടക്കുമ്പോ അതിന്റെ പ്രധാനപ്പെട്ട സന്ദേശം പുറത്ത് ജീവിക്കുന്ന നിരപരാധികൾ അവർ സുരക്ഷിതരായിരിക്കുക എന്നതാണ്. ഈ ജയിൽ പുള്ളികൾക്ക് കൊടുക്കുന്ന ശമ്പളം മാത്രമാണോ? പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ ഷുക്കൂറിനെ നമുക്ക് ഓർമ്മയുണ്ട്. ഷുക്കൂറിനെ കൊന്ന കേസിൽ ജയരാജനെ അറസ്റ്റ് ചെയ്ത് നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് ജയരാജനെ അറസ്റ്റ് ചെയ്തപ്പോ കണ്ണൂരിലെ തളിപ്പറമ്പിൽ പോലീസുകാരനെ ആക്രമിച്ച ഒരു കേസിലെ പ്രതി, അയാളുടെ കേസിന്റെ വിചാരണ പൂർത്തിയാകുന്നു, 20 കൊല്ലത്തേക്ക് ശിക്ഷിക്കുന്നു. കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങൾക്ക് നടുവിൽ അയാൾ ജയിലിൽ പോകുന്നു. 20 കൊല്ലം ശിക്ഷിച്ച പ്രതിക്ക് 20 ദിവസം തികയുന്നതിന് മുൻപ് 30 ദിവസം പരോളാണ്. ഇപ്പൊ ഇന്നലെ 30 ദിവസം തീർന്നു, 15 ദിവസം പിന്നെയും നീട്ടിക്കൊടുത്തു. ഇവരുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്, പേര് VS നിഷാദ് എന്നാണ്. കൊടിസുനിക്ക് 1000 ദിവസം, കിർമാണി മനോജിന് 1000 ദിവസം, TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് 1000 ദിവസം വീതമാണ് പരോൾ. 1000 ദിവസം എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലാന്നറിയോ നിങ്ങൾക്ക്? എത്ര കൊല്ല? ഏതാണ്ട് 3 കൊല്ലത്തിനടുത്ത് ഈ രാജ്യത്തെ ഹൈക്കോടതി 20 കൊല്ലം ഇവർ ജയിലിൽ കിടക്കണം, പരോൾ കൊടുത്തു പോവരുത്,
എന്ന് പറഞ്ഞ് ജയിലിലടച്ചവർ, അവർക്ക് തരാതരം പോലെ പരോള്, 600 രൂപ ശമ്പളം, ഇതൊക്കെ വാരിക്കോരി ഒരു ഭാഗത്ത് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുടെ യാഥാർത്ഥ്യത്തിലേക്ക് വന്നാലോ, ഇന്ന് കോഴിക്കോട് ജില്ലയിൽ കുറെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. എന്താണെന്നറിയോ? അവരുടെ ശമ്പളത്തിൽ നിന്ന് ഇൻഷുറൻസിന് ഒരു പൈസ പിടിക്കും. ആര്? സർക്കാർ പിടിക്കും. എന്നിട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കണം. അതാണ് സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന ഇൻഷുറൻസ് പരിരക്ഷ. ഇന്ന് കോഴിക്കോട് ജില്ലയിലെ പല സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ഇൻഷുറൻസ് കമ്പനികളുടെ കത്ത് വന്നിട്ടുണ്ട്. എന്താണ്? നിങ്ങളുടെ പൈസ ഇവിടെ എത്തിയിട്ടില്ല, പിടിച്ചെടുത്ത സർക്കാർ അത് വിഴുങ്ങി എന്നാണ്. കാസർഗോട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഓഫീസിന്റെ ഫ്യൂസ് ഊരി KSEB 1 ലക്ഷം രൂപ കരണ്ട് കാശ് കുടിശ്ശികയാണ് അവിടെ. കോഴിക്കോട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ വാഹനങ്ങളൊന്നും റോഡിൽ ഇറങ്ങില്ല, പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല. നിങ്ങൾ കണ്ടോ കോഴിക്കോട്ട് 2 കൊല്ലം മുമ്പ് ഒരു സമരം നടക്കുകയാണ്. യൂത്ത് കോൺഗ്രസ്സുകാരെ മുഴുവൻ പോലീസ് പിടിച്ചു വലിച്ച് പോലീസ് വാനി കയറ്റി, തള്ളി ഉന്തി ബഹളുണ്ടാക്കി ഐറ്റങ്ങളൊക്കെ കയറ്റി. 10 മിനിറ്റ് കഴിഞ്ഞ് പോലീസുകാർ വന്നിട്ട് ചോദിക്കുക, നിങ്ങളൊന്ന് ഇറങ്ങുമെന്ന്. അപ്പോൾ ചോദിച്ചാൽ എന്താ സാറേ, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുമ്പോഴൊരു വിനയില്ലല്ലോ ഇപ്പം നിങ്ങളെ മുഖത്ത്? ഒന്നുമില്ല കുട്ടികളെ, വണ്ടി സ്റ്റാർട്ടാവില്ല, നമുക്ക് സന്തോഷമായിട്ട് ജയിലിലേക്ക് പോകണ്ടേ, നിങ്ങൾ ഈ വണ്ടി ഒന്ന് തള്ളി തന്നാളി എന്നാണ്. കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴാണ് പ്രിയപ്പെട്ടവരെ ഞാനീ പറഞ്ഞു വെച്ചത്. ഇനി മാർച്ച് മാസം വരാൻ പോവാണ്. 20,000 കോടി രൂപ കരാറുകാർക്ക് കൊടുക്കണം, 15,000 കോടി രൂപ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കണം. ചേർക്കുമ്പോൾ 35,000 കോടി. 1 രൂപ കേരളത്തിന്റെ ഖജനാവിലില്ല. അതിൽ പൂച്ച വെറ്റ് കിടക്കുകയാണ്. ഇനി ആ പൂച്ചനെ മാറ്റി താമസിപ്പിക്കണം നമ്മൾ ആദ്യ അധികാരത്തിൽ വരുമ്പോൾ. ഇവരാകെ പ്രതീക്ഷ വച്ചത് വായ്പ എടുക്കാൻ കഴിയുന്ന തുകയിലാണ്. 6,000 കോടി കൂടി വായ്പ എടുക്കാം. വെള്ളപ്പേപ്പറുള്ളവർ കുറിച്ചു വച്ചോ, മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ ഈ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങാൻ പോവാണ്. 1-ാം തീയതി കിട്ടാത്ത അവസ്ഥ വരികയാണ്. എന്താ പ്രശ്നം എന്നറിയോ? സർക്കാർ ഉദ്യോഗസ്ഥന് ശമ്പളം കിട്ടിയില്ലെങ്കിൽ അങ്ങാടിയിലെ മീൻകാരന് പൈസ കിട്ടില്ല, പത്രക്കാരന് പൈസ കിട്ടില്ല, പലചരക്കടക്കാരന് പൈസ കിട്ടില്ല. കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ ഇവിടെ നടുപൊട്ടിഞ്ഞു തകരാൻ പോവാണ്. തിരിച്ചുവരവില്ലാത്ത ഭീമാകാരമായ പ്രതിസന്ധിയിലേക്ക് കേരളം പോകാൻ പോവാണ്. അപ്പോഴാണ് ഡിസംബറിൽ വേറൊരു വാർത്ത വന്നത്. ഒരു ഹെലികോപ്റ്ററിൻ്റെ വാടക 3 മാസത്തെ കുടിശ്ശിക തീർത്തു, അടുത്ത 2 മാസത്തെ അഡ്വാൻസും കൊടുത്തു. ആകെ 4 കോടി രൂപ. ആരുടെ ഹെലികോപ്റ്ററാണ്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റുകാരനായ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് സഖാവ് പിണറായി വിജയന് സഞ്ചരിക്കാൻ കേരളം വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിൻ്റെ 5 മാസത്തെ വാടകയാണ് ഈ പറയുന്ന 4 കോടി രൂപ. ഒരു മാസം 80 ലക്ഷം. ആ 80 ലക്ഷം കൊണ്ട് 25 മണിക്കൂർ പറക്കാം. പറന്നാലും പറന്നില്ലെങ്കിലും 80 ലക്ഷം കൊടുക്കണം. 25 മണിക്കൂറിൽ കൂടുതൽ പറന്നാലോ 1 മണിക്കൂറിന് 90,000 കൊടുക്കണം. അപ്പോൾ 25 മണിക്കൂറിന് 80 ലക്ഷം. 1 മണിക്കൂറിന് എത്ര ലക്ഷം? ഏതാണ്ട് 4 ലക്ഷം വരില്ല, 3 ലക്ഷവും ചില്ലറയും അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ആ ഹെലികോപ്റ്റർ ഇതിലെ പറന്ന് കണ്ണൂർക്ക് പോണത് നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നേ ഇല്ല. കാരണം ഡാവട്ടത്തിൽ കിടക്കുന്ന കേരളത്തിൽ പോവാൻ മൂപ്പർക്ക് എന്തിനാ ഹെലികോപ്റ്റർ? നിങ്ങൾ പറയൂ. ഞാൻ മിനിഞ്ഞാന്നാണ് കണ്ണൂരിൽ എൻ്റെ വീട്ടിൽ പോയത്. ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് 1:45 ട്രെയിനിന് അവിടുന്ന് കയറിയതായി ഇവിടെ എത്തി. 11:30 കോഴിക്കോട് നിന്ന് KSRTC ഉണ്ട്. അത് കയറി ഒറ്റ ഉറങ്ങിയ രാവിലെ 4:30 എൻ്റെ വീട്ടിലെത്തും പെരുമ്പാവൂർ. ഇത്ര ചെറുതാണ് കേരളം. ആ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കാണ് 4 കോടി പ്രതിമാസം വാടക വരുന്ന, 80 ലക്ഷം രൂപ പ്രതിമാസം വാടക വരുന്ന ഹെലികോപ്റ്റർ. ധൂർത്താണിത് എന്ന് പറയുമ്പോൾ നമ്മുടെ നേരെ ചാടിക്കടിക്കുക. പോലീസിൻ്റെ ജയിലിൻ്റെ അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞു വെച്ചത്. താജുദ്ദീൻ എന്നൊരാൾ തലശ്ശേരിയിൽ. ഈ പോലീസിൻ്റെ സ്വഭാവം അറിയോ നിങ്ങൾക്ക്? ഇവർ കാണിക്കുന്ന അഹങ്കാരം. അയാൾ ഗൾഫിൽ നിന്ന് വന്നു, മകളുടെ കല്യാണമാണ്. ഈ പോലീസാണ് കൊടിസുനിക്ക് മദ്യം വാങ്ങിക്കൊടുക്കുന്നത്. ഈ പോലീസാണ് അവർ കാഴ്ചക്ക് പരോൾ കൊടുക്കുന്നത്. ഈ പോലീസാണ് അവർക്ക് എസ്കോട്ട് പോകുന്നത്. ആളെ കൊന്നവർക്ക് മുൻപിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസിന്റെ യഥാർത്ഥ മുഖം കാണണോ നിങ്ങൾക്ക്? തലശ്ശേരിക്കടുത്ത് കതിരൂർ, അവിടുത്തെ ഒരു പ്രവാസി, പേര് താജുദ്ദീൻ, ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നു. മകളുടെ കല്യാണമാണ്. കല്യാണത്തിന് പണ്ടവും വസ്ത്രമൊക്കെ എടുക്കാൻ പോവാണ് എല്ലാവരും കൂടി കാറിൽ. പോകുന്ന വഴി സിനിമയിൽ പോലും നമ്മൾ കണ്ടാൽ വിശ്വസിക്കാത്ത നാടകീയ രംഗമാണ്. പോകുന്ന വഴി ഒരു പോലീസ് ജീപ്പ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നു. ഈ പാവങ്ങളെല്ലാം കൂടി, ആണും പെണ്ണും ഒക്കെ കൂടി പോലീസുകാരെ സഹായിക്കാണ് ഈ വണ്ടി തള്ളാൻ. താജുദ്ദീൻ മാത്രം ഇറങ്ങുന്നില്ല. താജുദ്ദീനോട് വന്നിട്ട് ചോദിച്ചു, എന്താടാ നീ ഇറങ്ങാത്തെ? താജുദ്ദീൻ തിരിച്ചോണ്ട് പറഞ്ഞു, സാറേ എനിക്ക് നടുവേദനയാണ്.
അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാത്തത്. എൻ്റെ ബന്ധുക്കളൊക്കെ ഇറങ്ങിയല്ലോ, വണ്ടി ഇപ്പോൾ തള്ളിത്തരും, ഇപ്പോൾ സ്റ്റാർട്ടാവും എന്നാണ്. താജുദ്ദീൻ്റെ കോളറിൽ പിടിച്ചു, താജുദ്ദീനെ വലിച്ച് താഴെ ഇട്ടു, നിലത്തിട്ട് ചവിട്ടി. ഈ പോലീസുകാരുടെ വാഹനം തള്ളിക്കൊണ്ടിരിക്കുന്ന താജുദ്ദീൻ്റെ ഭാര്യയും മക്കളും കാല് പിടിച്ച് പറഞ്ഞിട്ടും അയാളെ ജീപ്പിലിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി. സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഹെൽമെറ്റ് വച്ച് വന്ന് ഒരാളിൻ്റെ മാല പൊട്ടിച്ച കേസിൽ പ്രതി ചേർത്ത് 54 ദിവസം ജയിലിലിട്ടു. മകൾക്ക് വിവാഹത്തിന് വസ്ത്രമെടുക്കാൻ പോയ പ്രവാസിയായ ഒരു മനുഷ്യൻ അവിടുന്ന് അങ്ങോട്ട് 54 ദിവസം ജയിലിനകത്താണ്. ആ വിവാഹം പോലും മാറ്റിവെക്കേണ്ട അവസ്ഥയിലേക്ക്. കേരളത്തിലെ പോലീസാണ്, പിണറായി വിജയൻ്റെ പോലീസാണ്. അവരെ സസ്പെൻഡ് ചെയ്യുക, അവരെയൊക്കെ സംരക്ഷിച്ച് പിടിച്ച് മൂപ്പരിങ്ങനെ മുന്നോട്ട് പോവാണ്. ഇത് പോലീസിൻ്റെ അവസ്ഥ. നിങ്ങൾ ആരോഗ്യ മേഖലയിലേക്ക് വന്നോ? എവിടെയാണ് കേരളത്തെ കൊണ്ടുപോയി എത്തിച്ചത്? പ്രിയപ്പെട്ട എൻ്റെ ഉമ്മമാരെ, കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ വിനോദിനി എന്നൊരു പെൺകുട്ടി ചികിത്സയിൽ കഴിയുന്നുണ്ട്. 9 വയസ്സേ ഉള്ളൂ. വലത് കൈയില്ല, മുറിച്ചു മാറ്റിയതാണ്. കൈ ഒടിഞ്ഞപ്പോൾ ആശുപത്രിയിൽ പോയതാണ് പാലക്കാട്ട്. അവിടുന്ന് അങ്ങോട്ട് ആ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. വലത് കൈ നഷ്ടപ്പെട്ട ആ പെൺകുട്ടിക്ക് ഒരു കൃത്രിമ കൈവെക്കാനുള്ള പണം പോലും ഹെലികോപ്റ്ററിന് പ്രതിമാസം 80 ലക്ഷം രൂപ ധൂർത്തടിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗവൺമെന്റ് കൊടുത്തില്ല എന്നതാണ്. 2 ലക്ഷം രൂപ കൊടുത്തു ആ കുട്ടിയുടെ കുടുംബത്തിന്. ആ കൃത്രിമ കൈ വെച്ചു കൊടുക്കാൻ മുന്നോട്ട് വന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് എന്നതാണ്. ഇതൊരു ഉദാഹരണം കേരളത്തിന്റെ ആരോഗ്യ മേഖല. ഇങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ നിഖില മേഖലകളെയും പുറകോട്ടടിച്ച ഒരു ഗവൺമെന്റ് പിണറായി 3 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നല്ല ജാഗ്രതയോടെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നതാണ്. എല്ലാ അർത്ഥത്തിലും അങ്ങേയറ്റത്തെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, SIR വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ്, അതുകൂടി മനസ്സിലാക്കിക്കോ. എല്ലായിടത്തും ഞങ്ങളൊക്കെ പറയുന്നതാണ്, നിങ്ങളൊന്നും വിജയിച്ച് വന്ന വോട്ടർ പട്ടികയേ അല്ല വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനിരിക്കുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വിജയിച്ചു വന്ന തിക്കോടി പഞ്ചായത്തിലെ UDFന്റെ ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ SIRനെ വിജയകരമായി മറികടക്കുക എന്നതാണ്. കേരളത്തിലെ ഏറ്റവും അധികം വ്യാജ വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുള്ള 20 മണ്ഡലങ്ങൾ, ആ 20 മണ്ഡലങ്ങളുടെ പ്രത്യേകത, അതിൽ 11 പ്രിയപ്പെട്ടവരെ BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തായിരുന്നു. 9 BJP 1ാം സ്ഥാനത്തായിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ 58,000 കള്ളവോട്ടാണ്. വട്ടിയൂർക്കാവ് 54,000 വോട്ടാണ്. അൺട്രേസബിൾ എന്ന് മനസ്സിലാക്കി മാറ്റി നിർത്തപ്പെട്ട വോട്ട്. ഇനി ആ വോട്ടുകൾ ഓരോന്നോരോന്നായി തിരിച്ചു കയറാൻ തുടങ്ങും. നമുക്കറിയില്ലേ തൃശ്ശൂർ BJP വിജയിച്ചത്? അടച്ചിട്ട ഫ്ലാറ്റുകളിലോട്ട് BJPക്കാരൻ്റെ പട്ടിക്കും പൂച്ചക്കുമല്ലാതെ എല്ലാവർക്കും വോട്ട്. ആ കള്ളവോട്ടുകൾ മുഴുവൻ ചേർക്കുമ്പോൾ അതിനൊത്താശ ചെയ്തു കൊടുക്കുന്ന BJPയുടെ വോട്ട് ചോരിക്ക് കേരളത്തിൽ കൂട്ടുനിൽക്കുന്ന ഒരു ഗവൺമെന്റാണ് പിണറായി സർക്കാർ എന്ന ജാഗ്രതയോടെ വേണം എൻ്റെ പ്രിയപ്പെട്ട UDFന്റെ പ്രവർത്തകർ മുന്നോട്ട് പോവാൻ. നിങ്ങൾ ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടിക താഴ്ത്തി വെച്ചല്ലോ, അതിനേക്കാൾ ജാഗ്രതയോടെ ഈ SIRന്റെ കരട് വോട്ടർ പട്ടിക കയ്യിലെടുക്കണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വീട് കയറിയതിനേക്കാൾ ആവേശത്തോടെ തിക്കോടി പഞ്ചായത്തിലെ മുഴുവൻ വീടുകളും നിങ്ങൾ കയറിയിറങ്ങണം. അവിടെ ആരൊക്കെ താമസിക്കുന്നു, ആരുടെയൊക്കെ വോട്ട് ചേർത്തു, ആരുടെയൊക്കെ വോട്ട് ചേർത്തില്ല, അവർക്കറിയാത്ത വോട്ടുകൾ ആ വോട്ട് നമ്പറിൽ ചേർത്തിട്ടുണ്ടോ? ഇത് ചെയ്യാൻ CPM മോശമല്ല, BJP മോശമല്ല എന്ന ബോധ്യത്തോടെ നിങ്ങളത് കൃത്യമായി പരിശോധിച്ചുറപ്പുവരുത്തണം. കാരണം പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരളം ഭരിക്കുന്നത് സംഘപരിവാറിൻ്റെ ഒറ്റുകാരനാണ്. അങ്ങനെ ഞാൻ പറയാൻ കാര്യം, ഇദ്ദേഹത്തിൻ്റെ മകൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കുന്ന കേസിലെ പ്രതിയാണ്. ഇദ്ദേഹം CBI അന്വേഷിക്കുന്ന കേസിലെ പ്രതിയാണ്. മകനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നോട്ടീസ് അയക്കാണ്. നിങ്ങൾക്ക് ഈ ഏജൻസിയുടെ യഥാർത്ഥ സ്വഭാവം അറിയൂ? കേരളത്തോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനം പശ്ചിമ ബംഗാൾ. അവിടുത്തെ മുഖ്യമന്ത്രി മമതാ ബാനർജി ഈ കഴിഞ്ഞയാഴ്ച ബംഗാളിൽ നടന്നൊരു സംഭവമുണ്ട്, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് കേരളത്തോടൊപ്പം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നതിൻ്റെ ഭാഗമായി IPAC എന്ന് പറയുന്നൊരു ഏജൻസിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്.
ആ ഏജൻസിയുടെ ഓഫീസിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നു വന്നിട്ട് റെയ്ഡ് നടത്തി കുറേ രേഖകൾ പിടിച്ചെടുത്ത് കൽക്കട്ടയിലെ ED ആസ്ഥാനത്തേക്ക് പോവാണ്. ഏതാനും മിനിറ്റുകൾ പിന്നിട്ടപ്പോൾ കൽക്കട്ടയിലെ ED ആസ്ഥാനത്ത് ഒരു വാഹനം വന്നു നിൽക്കുകയാണ്. ആ വാഹനത്തിൽ നിന്ന് ചീറ്റപ്പുലിയെ പോലെ ഒരു പെണ്ണൊരുത്തി ഇറങ്ങിത്തിരിക്കുകയാണ്. അവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞ് കൈ ഉയർത്തി തടസ്സം സൃഷ്ടിച്ച കേന്ദ്ര സേനയുടെ കൈതട്ടി മാറ്റിക്കൊണ്ട് ആ പെണ്ണൊരുത്തി അകത്തേക്ക് നടക്കുകയാണ്. അകത്തേക്കു കയറി ED ഉദ്യോഗസ്ഥന്മാരുടെ അനുവാദമില്ലാതെ അവർ പിടിച്ചെടുത്ത രേഖകൾ മുഴുവൻ പരിശോധിച്ചിട്ട് ഒരു നീല കവറുള്ള ഫയല് മാത്രം അതിൽ നിന്നെടുത്തിട്ട് തിരിച്ചിറങ്ങി വരികയാണ്. തിരിച്ചിറങ്ങി വരുമ്പോൾ ED ഓഫീസിൻ്റെ മുറ്റത്ത് ഒരു വാഹനമുണ്ട്. ആ വാഹനത്തിൽ മൈക്ക് ഓണാക്കിയിട്ട് അവിടെ നിന്ന് പ്രസംഗിക്കുകയാണ്, ഞാൻ ഈ ഒരു ഫയൽ മാത്രം പിടിച്ചെടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അമിത്ഷായോട് പോയി പറഞ്ഞേക്ക്. ഈ ഫയൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയടങ്ങുന്ന വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ ഞങ്ങളുടെ സ്ട്രാറ്റജികൾ അടങ്ങുന്ന രേഖയാണ്. ഇത് പിടിച്ചടക്കാനാണ് മിസ്റ്റർ അമിത്ഷാ നിങ്ങൾ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഞങ്ങളുടെ ഏജൻസിയുടെ ഓഫീസിലേക്ക് പറഞ്ഞതെങ്കിൽ മമതാ ബാനർജി എന്ന ഞാൻ വന്ന് ആ രേഖകൾ തിരിച്ചു കൊണ്ടുപോയിരിക്കുന്നു എന്ന് അമിത്ഷായോട് പറഞ്ഞേക്ക് എന്നൊരു പെണ്ണ് പ്രഖ്യാപിക്കുന്ന കാഴ്ച, ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്ന കാഴ്ച ബംഗാളിൽ നമ്മൾ കാണാണ്. നേർക്കുനേരെയുള്ള ഏറ്റുമുട്ടലാണ്. ഇതാണ് ED എന്ന് പറയുന്നത്. ഇപ്പം മമതാ ബാനർജിക്കെതിരെ കേസെടുത്തു. ഇത് രാജ്യത്തുടനീളം ആ അന്വേഷണ ഏജൻസികളുടെ ശൈലിയാണ്, രീതിയാണ്. സോണിയാഗാന്ധിയെ വെറുതെ വിട്ടിട്ടില്ല, രാഹുൽ ഗാന്ധിയെ വെറുതെ വിട്ടിട്ടില്ല, പ്രിയങ്ക ഗാന്ധിയെ വെറുതെ വിട്ടിട്ടില്ല. ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു നേതാക്കന്മാരെയും വെറുതെ വിടാത്തവർ. ഈ കഴിഞ്ഞ ആഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹിയിലെ കോടതിയിൽ വന്നിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ പ്രതിയായി വരുന്ന കേസിൽ ആ കേസ് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഒത്തുതീർപ്പിൻ്റെ ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും എന്നെക്കാളേറെ ആവേശത്തോടെ നിങ്ങളും കാത്തിരുന്ന ആ സുന്ദര നിമിഷം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ ഉമ്മത്തിൻ്റെ നായകൻ അഭിവന്ദനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ രാജ്യത്തെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും അവകാശപ്പെടാൻ കഴിയാത്ത വലിയ വിജയത്തിലേക്ക്, തിളങ്ങുന്ന നേട്ടത്തിലേക്ക് പ്രതിസന്ധിയുടെ ഈ കാലത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ നയിച്ച ധീരനായകനിതാ ഈ സമ്മേളന നഗരിയിലേക്ക് കടന്നു വരികയാണ്. എഴുന്നേറ്റ് നിന്ന് നിറകയ്യടികളോടെ ഈ ഉമ്മത്തിൻ്റെ നായകനെ സമ്മേളന നഗരിയിലേക്ക് സ്വാഗതം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, നമ്മളേവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഇന്ത്യൻ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അനിഷേധ്യനായ